എന്താണ് ഒരു കുടുംബം, അതെങ്ങനെയാണ് ക്രിസ്ത്യൻ കുടുംബമായി മാറിയത് എന്ന പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. കുടുംബം എന്ന വാക്ക് മലയാളത്തിലുണ്ടായത് രണ്ട് വാക്കുകൾ ചേർത്താണെന്ന് സരസന്മാർ പറയാറുണ്ട്. ഭാഷാശാസ്ത്രപരമായി അത് ശരിയൊന്നുമല്ല എങ്കിലും കൂടും ഇമ്പം എന്ന രണ്ട് വാക്കുകൾ ചേരുമ്പോൾ കുടുംബം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഭർത്താവും ഭാര്യയും ഒത്തുചേരുമ്പോൾ അതിനടുക്കൊരു ഇമ്പം ഉണ്ടാവണം. പുരുഷനും സ്ത്രീ ഒത്തുചേരുമ്പോൾ അതിനടുക്കൊരു ഇമ്പം ഉണ്ടാവണം. അച്ഛനും അമ്മയും കുട്ടികളും ഒത്തു ജീവിക്കുമ്പോൾ അതിന് നടുക്കൊരു ഇമ്പം ഉണ്ടാവണം. അങ്ങനെ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നത്. പക്ഷേ പല സ്ഥലത്തും കൂടിക്കഴിയുമ്പോൾ ഇമ്പമല്ല, കമ്പം പൊട്ടിപ്പുറപ്പെടുകയാണ്. 1,00,000 ഡൈവോഴ്സ് കേസാണ് കേരളത്തിലെ കോടതിയിൽ ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ കൂടുമ്പോൾ കമ്പം ഉണ്ടാകുന്നത് കുടുംബമല്ല, കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബം. ഇംഗ്ലീഷുകാർ അവരുടെ സാഹിത്യത്തിൽ രസകരമായി ഫാമിലി എന്ന വാക്കിനെ എക്സ്പാൻഡ് ചെയ്ത് പറയും. അവർ പറയുന്ന ഇംഗ്ലീഷിലെ 6 വാക്കുകളുടെ ആദ്യ അക്ഷരം ചേർത്താണ് ഫാമിലി എന്ന വാക്കുണ്ടായത് എന്നാണ്. ഫാദർ എന്ന വാക്കിൻ്റെ ആദ്യ അക്ഷരമാണ് എഫ്, ആൻഡ് എന്ന വാക്കിൻ്റെ ആദ്യ അക്ഷരമാണ് എ, മദർ എന്ന വാക്കിൻ്റെ ആദ്യ അക്ഷരമാണ് എം, ഐ തന്നെ, ഞാൻ എന്നുള്ള ഐ, ലവ് എന്ന വാക്കിൻ്റെ ആദ്യ അക്ഷരമാണ് എൽ, യു എന്നതിൻ്റെ ആദ്യ അക്ഷരമാണ് വൈ. സാഹിബ് പറയുന്ന ഈ ഫാമിലി എന്ന് പറയുന്നത് ഫാദർ ആൻഡ് മദർ ഐ ലവ് യു എന്നതിൻ്റെ ആദ്യാക്ഷരങ്ങൾ ചേർത്തുണ്ടായതാണെന്നാണ്. അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് മക്കൾ പറയുന്നു, അച്ഛ അമ്മേ നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന് എപ്പോൾ പറയോ അപ്പോൾ ഒരു ഫാമിലി ഉണ്ടാവും. അല്ലാതെ അപ്പനെ അമ്മയും കൊണ്ട് ഓൾഡ് ഏജ് ഹോമിൽ ഇട്ടിട്ട് ഫാമിലി ഇന്നും സ്നേഹമാണെന്നൊക്കെ പറഞ്ഞിരിക്കുക, അതൊരു അർത്ഥമില്ല. അപ്പോൾ ഫാദർ ആൻഡ് മദർ ഐ ലവ് യു എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് ഫാമിലി. പക്ഷെ കുടുംബം എന്താണെന്ന് കണ്ടുപിടിച്ചത് ശാസ്ത്രമാണ്. AD 1953 70 വർഷങ്ങൾക്ക് മുമ്പ് വാട്സൺ ആൻഡ് ക്രിക്ക് എന്ന 2 ശാസ്ത്രജ്ഞന്മാർ DNA മോളിക്യൂൾ കണ്ടുപിടിച്ചു. നമ്മുടെ കുടുംബ ചരിത്രം ഇരിക്കുന്നത് ഈ DNA മോളിക്യൂളിനകത്താണ്. അഡിനൈൻ, ഗുവാനൈൻ, തൈമിൻ, സൈറ്റോസിൻ എന്ന 4 അമിനോ ആസിഡുകൾ ചേർത്തിട്ടാണ് ഡബിൾ ഹെലിക്സ് മാതൃകയിൽ DNA മോളിക്യൂൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ അച്ഛനമ്മ വിവാഹം കഴിച്ച് കുട്ടി ഉണ്ടാകുമ്പോൾ അച്ഛൻ്റെ 23 ക്രോമോസോമും അമ്മയുടെ 23 ക്രോമോസോമും ചേർന്നിട്ടാണ് 46 ക്രോമോസോം ഓരോ സെല്ലിലുമുള്ള ഒരു കുട്ടി ജനിക്കുന്നത്. ആ കുട്ടി വിവാഹം കഴിച്ച് കൊച്ചുമകനോ കൊച്ചുമകളോ ഉണ്ടാവുമ്പോൾ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും 11.5 ക്രോമോസോം ആ ഓരോ കുട്ടിയുടെ ഓരോ സെല്ലിലുണ്ടാവും. കൊച്ചുമോനോ കൊച്ചുമകളോ കല്യാണം കഴിച്ച് പ്രപൗത്രനോ പൗത്രി ഉണ്ടാവുമ്പോൾ ആ കുട്ടിയുടെ ഓരോ സെല്ലിലും മുതുമുത്തശ്ശന്മാരുടെയും മുതുമുത്തശ്ശിമാരുടെയും 5.25 ക്രോമോസോം ഓരോ സെല്ലിലും ഉണ്ടാവും. അങ്ങനെ 800 വർഷം കഴിയുമ്പോൾ, 32 തലമുറകൾ കഴിയുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുത്ത അവസാനത്തെ ക്രോമോസോമിൻ്റെ സ്വതന്ത്രമായ നിലനിൽപ്പില്ലാതാവും. എന്നാൽ ഈ ക്രോമോസോം ഉണ്ടാക്കപ്പെട്ടുള്ള ജീൻസ് കൊണ്ടാണ്. ഈ ജീൻസുകൾ എത്ര കാലം ഈ ഭൂമിയിൽ നിലനിൽക്കും? ശാസ്ത്രജ്ഞന്മാർ പറയുന്നു 12,000 വർഷം എടുക്കും എന്നാണ്. കുടുംബം എന്ന് പറയുന്നത് പട്ടാശ്ശേരിയിൽ കുടുംബം ഇവിടെ വന്നിട്ടുണ്ടായ 700 കൊല്ലമോ അല്ലെങ്കിൽ 2500 കൊല്ലമൊന്നും അല്ല നമ്മുടെ കുടുംബ ചരിത്രം എന്ന് പറയുന്നത്. നമ്മളൊരു കുടുംബം സൃഷ്ടിച്ചു കഴിയുമ്പോൾ നമ്മൾ മരിച്ച് നമ്മുടെ ശരീരം കല്ലറയിലായി അതഴുകി ഇല്ലാതാവും ഒരു 2 മാസം കഴിയുമ്പോൾ. പക്ഷേ നമ്മുടെ സന്തതികളിലേക്ക് നമ്മൾ കൈമാറിയ ക്രോമോസോവും അതിൻ്റെ ജീൻസും 12,000 വർഷം ഈ ഭൂമിയിലുണ്ടാവും. 12,000 വർഷം. ഇനി നമ്മൾ പുറകോട്ട് നോക്കിയാൽ എന്ത് സംഭവിക്കും? നമുക്ക് അച്ഛനും അമ്മയും കൂടെ 2, മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും 4, മുതുമുത്തച്ഛന്മാരും മുതുമുത്തശ്ശിമാരുടെ 8. ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം എടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ 800 വർഷം ജീവിച്ചിരുന്ന എത്ര മാതാപിതാക്കന്മാരുടെ ക്രോമോസോം സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും? ശാസ്ത്രജ്ഞന്മാർ പറയുന്നു 15,000 പേരുടെ ക്രോമോസോം നമ്മുടെ രക്തം എടുത്ത് പരിശോധിച്ചാൽ കിട്ടും. അപ്പോഴേ കിട്ടും. ഇനി എത്ര മാതാപിതാക്കന്മാരുടെ ജീൻസ് നമ്മുടെ ശരീരത്തിലുണ്ട്? ശാസ്ത്രജ്ഞന്മാർ പറയുന്നു 60 ലക്ഷം പൂർവ്വപിതാക്കന്മാരുടെ മാതാക്കന്മാരുടെയും ജീനുകൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും രക്തം എടുത്ത് പരിശോധിച്ചാൽ കിട്ടും. അതായത് കുടുംബം എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് നോക്കിയാൽ 12,000 കൊല്ലം ഈ ഭൂമി നിലനിൽക്കാൻ പോകുന്ന നമ്മുടെ ശരീരത്തിൻ്റെ പിന്തുടർച്ചയാണ് കുടുംബം. പുറകോട്ട് നോക്കിയാലോ 15,000 പേരുടെ ക്രോമോസോം ഒരു 60 ലക്ഷം പേരുടെ ജീൻസുകളും കണ്ടെത്താൻ പറ്റുന്ന അത്ഭുതമാണ്
കുടുംബം എന്ന് പറയുന്നത്. നിങ്ങൾ വട്ടാശ്ശേരി കുടുംബത്തിൻ്റെ ഒരാളിനെ എടുത്തിട്ട് ക്രോമോസോം തപ്പിയാൽ എവിടെയൊക്കെ റൂട്ട് പോയിട്ടുണ്ടെന്നുള്ളത് അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അത്ഭുതകരമാണ്. അപ്പോൾ കേരളത്തിൽ അവിഹിത ഗർഭം ഉണ്ടാകുന്നവരുടെയൊക്കെ ഗർഭം DNA മോളിക്യൂൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഹൈദരാബാദിൽ ടെസ്റ്റ് ചെയ്തിട്ട് 30,000 രൂപ കൊടുത്തിട്ടാണ് അത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, നമുക്ക് കേരളത്തിൽ ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ കേരള മുഖ്യമന്ത്രി ഫണ്ട് അനുവദിച്ചു. അങ്ങനെ തിരുവനന്തപുരത്തെ ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സെറ്റപ്പ് ചെയ്തു. രാത്രി ഒരു 9 മണിയായപ്പോൾ ശാസ്ത്രജ്ഞൻ ചോദിച്ചു, എവിടെ സാറേ ബ്ലഡ്? ഞാൻ ചോദിച്ചു, പകലക്കണ്ണം പറയേണ്ട ബ്ലഡിന് രാത്രി 9 മണിക്കൊക്കെ എവിടെ നിന്നാണ് ബ്ലഡ് കിട്ടുക? നീ ഒരു കാര്യം ചെയ്യും, എൻ്റെ ബ്ലഡ് ശകലെടുത്ത് ടെസ്റ്റ് ചെയ്യാൻ മതി. ബ്ലഡ് എടുത്ത് കൊടുത്തിട്ട് ഞാൻ വീട്ടിൽ പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ശാസ്ത്രജ്ഞനെ വിളിച്ചു, സാറിൻ്റെ ബ്ലഡ് ഭയങ്കര കുഴപ്പം. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയോടോ? അല്ല, സാറിൻ്റെ 8 തലമുറയ്ക്ക് മുമ്പ് സാറിൻ്റെ ഒരു പൂർവികൻ ഒരു യൂറോപ്യനാണ്, 14 തലമുറയ്ക്ക് സാറിൻ്റെ ഒരു പൂർവികൻ ഒരു യഹൂദനാണ്. ഞാൻ വിചാരിച്ചു, തുമ്പോൺ കിടക്കുന്നത് എൻ്റെ രക്തത്തിൽ എവിടെ ഈ സായിപ്പും ഈ യഹൂദനൊക്കെ കയറുന്നത്. ഞാൻ പിന്നെ ഗവേഷണം ചെയ്തു. അപ്പോഴാണ് കണ്ടുപിടിച്ച് 1743 ഡച്ചുകാരുടെ ഒരു പ്ലറ്റൂണിനെ തുമ്പോണോട്ട് അയച്ചിരുന്നു, അവിടുത്തെ ഓർത്തഡോക്സുകാരെ പ്രൊട്ടസ്റ്റന്റ് സഭയെ പിടിക്കാൻ വേണ്ടി. ആ സമയത്ത് അതിൻ്റെ ഒരു പ്ലറ്റൂൺ കമാൻഡർ തുമ്പോണുള്ള ഒരു സുന്ദരി പെണ്ണിനെ കയറി പ്രേമിച്ചു. കെട്ടണമെങ്കിൽ ജോലി രാജിവെക്കണമെന്ന് പറഞ്ഞ് തുമ്പോണ വല്യപ്പൻ. അങ്ങനെ പുള്ളി ജോലിയൊക്കെ രാജിവെച്ച് ഈ സുന്ദരി പെണ്ണിനെ കെട്ടി അവിടെ തുമ്പോണ് താമസിച്ച്. ഇയാളൊരു യഹൂദനായിരുന്നു, ജർമ്മനിയിൽ നിന്ന് ഡെൻമാർക്ക് വന്നൊരു യഹൂദനായിരുന്നു. ഈ വല്യപ്പൻ്റെ പ്രേമം കാരണം സായിപ്പൻ്റെ രക്തവും കയറി, യഹൂദൻ്റെ രക്തവും എൻ്റെ ബ്ലഡിൽ കയറി. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ബ്ലഡ് പരിശോധിച്ചാലേ മനസ്സിലാവത്തുള്ളൂ യൂറോപ്പിൽ ആരൊക്കെയാണോ, ഏത് യഹൂദനാണോ ശ്രീയാക്കാരനാണോ ബ്ലഡിൽ കയറിയെന്ന് ബ്ലഡ് പരിശോധിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ അത്ഭുതം ശാസ്ത്രം നമുക്ക് വെളിവാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു 2% നമുക്ക് ഈ പട്ടാശ്ശേരി കുടുംബയോഗത്തിലൂടെ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ വലിയ കുടുംബത്തിൻ്റെ വലിയ ശ്രേണിയിൽ ഉള്ള ഒന്നാണ് പട്ടാശ്ശേരി കുടുംബവും ഈ കുടുംബയോഗവും. അപ്പോൾ ഈ കുടുംബം എന്ന സങ്കല്പത്തെ വേദപുസ്തകം എങ്ങനെയാണ് ക്രിസ്ത്യൻ കുടുംബമായി രൂപീകരിച്ചതെന്ന് മനസ്സിലാക്കണം. ആദ്യം വേദപുസ്തകത്തിൽ കുടുംബം സൃഷ്ടിക്കപ്പെട്ടത് വേദപുസ്തകത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിലാണ്. അതിൻ്റെ 3-ാം അധ്യായം തൊട്ട് ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ച കഥയൊക്കെ ഇങ്ങനെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ കഥയിലൂടെ കുടുംബ സൃഷ്ടിയുടെ വലിയ സാരാംശം നമ്മൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ മനസ്സിലാക്കിയ കുടുംബത്തിന് പഴയ നിയമത്തിൽ 3 ഘടകങ്ങളുണ്ടായിരുന്നു: അച്ഛൻ, അമ്മ, ദൈവം. ഈ 3 ഘടകങ്ങൾ ഒത്തുചേർന്നാൽ സന്തോഷമുള്ള കുടുംബം ഉണ്ടാവും. എവിടെയെങ്കിലും ആ 3 ഘടകങ്ങൾ യോജിക്കാതെ പറ്റാതെ വന്നാൽ കുടുംബത്തിൽ ശൈഥില്യം ഉണ്ടാവും. ആദാവും ദൈവവും ഒത്തു താമസിച്ചപ്പം സന്തോഷമുണ്ടായിരുന്നു. ദൈവത്തെ അതിൽ മാറ്റി ഒരു പർദീസയിൽ നിന്ന് ഓടിയപ്പം അവരുടെ നടുക്ക് മരണമുണ്ടായി, രോഗമുണ്ടായി, കൊലപാതകമുണ്ടായി, വല്ലാത്ത തെറ്റിദ്ധാരണയുണ്ടായി. നോഹയുടെ കാലത്ത് പെട്ടകം ഉണ്ടാക്കണം. ദൈവം ഒരാളിനെ തിരഞ്ഞെടുക്കുകയാണ്, നോഹയെ. 1200 അടി നീളമുള്ള ഒരു കപ്പലാണ് ഉണ്ടാക്കുന്നത് നോഹ. 1200 അടി നീളമെന്ന് പറഞ്ഞാൽ അമേരിക്കൻ കപ്പൽപ്പടയിലെ എൻ്റർപ്രൈസ് കപ്പലിൻ്റെ നീളമാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ ദൈവം സാധാരണ തിരഞ്ഞെടുക്കേണ്ടത് ഒരു രാജാവിനെയോ ഒരു വലിയ ഭൂപ്രഭുവിനെയാണ്. പക്ഷെ ദൈവം നോഹയെ തിരഞ്ഞെടുക്കുകയാണ്. ദൈവം അതിന് കാരണം പറയുന്നുണ്ട്. നീതിമാനായ അവനും അവൻ്റെ ഭാര്യയും മക്കളും കൂടി ഒത്തു പ്രവർത്തിച്ചാൽ അസാധ്യമായതൊന്നും ഈ ഭൂമിയിലില്ല. നോഹയുടെ ഭാര്യയുടെ പേര് വേദോസ്തത്തിൽ പറയുന്നില്ല, വലിയ തെറ്റായി പേരില്ല. പക്ഷേ ഒരു നീതിമാൻ കുടുംബം ഒത്തു നിന്നാൽ അസാധ്യമായതൊന്നുമില്ല എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. അബ്രഹാമിൻ്റെ കാലത്ത് അബ്രഹാം അന്നത്തെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു. 400ഓളം അടിമകളുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അന്നത്തെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ സാറ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ നടുക്ക് ദൈവമില്ലായിരുന്നു. അവരുടെ കുടുംബം അസന്തുഷ്ടിയിലായിരുന്നു. അബ്രഹാമിന് 75 വയസ്സായപ്പോൾ ദൈവം അവരുടെ മധ്യത്തിലേക്ക് വന്നു. അബ്രഹാമിനെ വിളിച്ചു, നിന്റെ സന്തതി പരമ്പരകളെ ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണത്തരികൾ പോലെയും എണ്ണത്തിൽ പെരുക്കും എന്ന് ദൈവം പറഞ്ഞു. 75 വയസ്സുള്ള എബ്രഹാമിന്, മക്കളില്ലാത്ത എബ്രഹാം ചിരിച്ചിട്ടുണ്ടാവും എന്നാണ് ഡോക്ടർമാർ പലരും പറയുന്നത്. പക്ഷേ ദൈവം വാക്ക് പാലിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മൂത്ത 1ാമത്തെ ഭാര്യ ഈജിപ്തുകാരിയായിരുന്നു, ഹാഗാറിൽ ഇഷ്മായേൽ എന്നൊരു പുത്രനുണ്ടായി. ഇഷ്മായേലിന് 12 ആൺമക്കളുണ്ടായി. അതിലൂടെ 60 കോടി വരുന്ന അറബികളുടെ പൂർവ്വപിതാവായി അബ്രഹാം മാറി. പിന്നെ സാറായിൽ ഇസാഹക്കുണ്ടായി. ഇസാഹക്കിൻ്റെ സന്ധി പരമ്പരയിലൂടെ ഏദോമ്യർ എന്ന് വിളിക്കപ്പെടുന്ന 1.5 കോടി ജനങ്ങളും
യഹൂദന്മാരെന്ന് വിളിക്കപ്പെടുന്ന 3 കോടി ജനങ്ങളുടെയും പൂർവ്വപിതാവായി അബ്രഹാം മാറി. പിന്നെ അബ്രഹാം കോത്തൂറായിൽ മിദ്യാൻ എന്നൊരു പുത്രനെ സൃഷ്ടിച്ചു. മിദ്യാന് പിന്നെ 5 സഹോദരങ്ങളുണ്ടായിരുന്നു. അവരിലൂടെ ഇന്ന് 7 കോടി വരുന്ന ജനവിഭാഗം, മിദ്യാന്യർ എന്ന് വിളിക്കപ്പെടുന്ന ജനവിഭാഗം, ലെബനോനിലും ജോർദാനിലും ഈജിപ്തിലും സിനായി മരുഭൂമിയിലൊക്കെ താമസിക്കുന്ന 7 കോടിയോളം വരുന്ന ജനവിഭാഗം മിദ്യാന്യർ. എല്ലാം കൂടി കിളവനായ അബ്രഹാമിൻ്റെ സന്ധി പരമ്പര ഇപ്പം എണ്ണി നോക്കിയാൽ എല്ലാം കൂടി 78 കോടിയുണ്ട്. ലോകത്താകെ 800 കോടിയുടെ 10% അബ്രഹാമിൻ്റെ സന്ധി പരമ്പരയാണ്. ഇവിടെയാണ് ദൈവത്തിൻ്റെ അത്ഭുതം. എന്നാൽ ഈ ഇതിൽ നിന്ന് ഒരു ഘടകത്തെ മാറ്റിപ്പോയാൽ, ഉദാഹരണത്തിന് മോശയുടെ കാലഘട്ടം എത്തിയപ്പം പുരുഷന്മാരായ കുട്ടികളെ മുഴുവൻ കൊല്ലാനും സ്ത്രീകളെ മാത്രം ജീവിക്കാനും അനുവദിക്കാൻ സംഭവിച്ചു. ആ സ്ത്രീകളെ ഈജിപ്തുകാർ വിവാഹം കഴിക്കുമ്പോൾ യഹൂദ എന്ന ജനവിഭാഗം ഭൂമിയിൽ ഉണ്ടാവില്ല. പക്ഷെ ദൈവം ഇടപെട്ട് മോശയെ രക്ഷിച്ചു. കൽപ്പനയിട്ട രാജാവിൻ്റെ കൊട്ടാരത്തിൽ മോശ വളർന്നു. അവസാനം യഹൂദന്മാരുടെ രക്ഷകനായി മാറി. പുരുഷനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ ദൈവം ഇടപെട്ടിട്ട് ആ രക്ഷ കൊണ്ടുവരികയാണ്. എന്നാൽ ദാവീദ് രാജാവ് 10 ഭാര്യമാരുള്ള മനുഷ്യനാണ്. പക്ഷേ 11ാമതൊരു ഹിറ്റൈറ്റുകാരിയായ സ്ത്രീയെ കല്യാണം കഴിച്ചു, ബാത്ഷേബ. ഹിറ്റൈറ്റുകളുടെ ദൈവങ്ങൾ എന്ന് പറയുന്നത് ഇന്ദ്രൻ, വിത്രൻ, വരുണൻ, നമ്മുടെ ഋഗ്വേദത്തിലെ ദൈവങ്ങളായിരുന്നു ഹിറ്റൈറ്റുകളുടെ ദേവന്മാരെ. ആ ഹിറ്റൈറ്റുകാരിയായ ബാത്ഷേബയെ കല്യാണം കഴിച്ച് ശലോമോൻ ജനിച്ചു. ശലോമോനെയും കൂടുള്ളവരെയൊക്കെ വിശ്വാസത്തിൽ വളർത്താൻ ബാത്ഷേബയ്ക്ക് പറ്റിയില്ല. കാര്യം ബാത്ഷേബ യഹൂദ സ്ത്രീ ആയിരുന്നില്ല. അതുകൊണ്ട് എന്തു പറ്റി? ശലോമോന് ശേഷം ഇസ്രായേൽ പിളർന്ന് യുദ്ധമുണ്ടായി. 10 ട്രൈബ്സ് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ ഉടനീളം കുടുംബത്തിനൊരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. ഭർത്താവ്, ഭാര്യ, ദൈവം, ഈ ത്രികോണം ഒത്താൽ പൂർണ്ണമായി ഇത് വിശ്വാസം. എന്നാൽ യേശു ക്രിസ്തു ഈ കുടുംബത്തെ ക്രിസ്ത്യൻ കുടുംബമാക്കി മാറ്റി. എങ്ങനെയാണ് യേശു ക്രിസ്തു ക്രിസ്ത്യൻ കുടുംബമാക്കി മാറ്റിയത്? അത് ശ്രദ്ധാർഹമായി പുതിയ നിയമം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു. ഏറ്റവും ആദ്യം കർത്താവിൻ്റെ പരസ്യജീവിതം തുടങ്ങുന്നതും പരസ്യജീവിതം അവസാനിക്കുന്നതും 2 കുടുംബ സൃഷ്ടിയിലാണ്. കർത്താവ് 42 അത്ഭുതങ്ങളാണ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ചെയ്തത്. 33 അത്ഭുതം ഡോക്ടർമാർ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് കണക്റ്റഡ് അത്ഭുതങ്ങളാണ്. 9 പ്രകൃതിയെ കൺട്രോൾ ചെയ്യുന്ന അത്ഭുതങ്ങളാണ്. കൊടുങ്കാറ്റിനെ ശമിപ്പിക്കുക, വെള്ളത്തെ വീഞ്ഞാക്കുക, ഇങ്ങനെയുള്ള അത്ഭുതങ്ങളാണ്. പക്ഷേ ഈ 42 അത്ഭുതങ്ങളിൽ 1ാമത്തെ അത്ഭുതം കാനായിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കിയതാണ്. അത് കഴിയുമ്പോൾ യോഹന്നാനിൽ എഴുതിയിട്ടുണ്ട്, അവൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അത്ഭുതമാണ് യേശു ക്രിസ്തു ചെയ്തതെന്ന്. അപ്പോൾ ഒരു കുടുംബ സൃഷ്ടിയുടെ വിവാഹത്തിൽ ആണ് കർത്താവിൻ്റെ അത്ഭുതം തുടങ്ങുന്നത്. ഏറ്റവും അവസാനം കർത്താവ് കുരിശിൽ മരിക്കുകയാണ്. അവിടെ കിടന്നുകൊണ്ട് കർത്താവ് ഒരു കുടുംബത്തെ സൃഷ്ടിക്കുകയാണ്. അമ്മേ, ഇതാ നിൻ്റെ മോൻ, മോനെ, ഇതാ നിൻ്റെ അമ്മ. അന്ന് വരെ താൻ പ്രസവിച്ചവരെ മാത്രമേ മക്കളൊന്നും വിശ്വസിച്ചിരുന്നൊരു കാലത്ത് താൻ പ്രസവിക്കാത്തൊരു മോനെ മാതാവിന് മകനായി കൊടുത്തു. അന്ന് വരെ തന്നെ പ്രസവിക്കുന്നത് മാത്രമേ അമ്മയാവുമെന്ന് വിശ്വസിച്ചിരുന്ന മനുഷ്യൻ ഇതാ യോഹന്നാൻസിലേക്ക് തന്നെ പ്രസവിക്കാത്ത മാതാവിനെ അമ്മയായി കൊടുത്തു. അപ്പോൾ അഭാവമായ ഒരു അലൗകികമായൊരു കുടുംബത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ് കർത്താവ് കുരിശിൽ മരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ പരസ്യവും തുടങ്ങുന്നതും അവസാനിക്കുന്നതും 2 കുടുംബ സൃഷ്ടിയിലാണ്. എന്താണ് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മൾ ഈ ലോകത്തിൽ എന്തെങ്കിലും അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സ്വന്തം കുടുംബത്തിൽ ആദ്യം ചെയ്യണം. അതാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വന്തം കുടുംബമാണ് ഒരു മനുഷ്യന് അത്ഭുതം സൃഷ്ടിക്കാനുള്ള സ്ഥലമായി തന്നിരിക്കുന്നത്. രണ്ടാമതായി ക്രിസ്ത്യൻ കുടുംബം കർത്താവ് ഉണ്ടാക്കി എങ്ങനെയാണ്? അദ്ദേഹം വിവാഹത്തെ ഒരു കൂദാശയാക്കി മാറ്റി. മറ്റെല്ലായിടത്തും വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണും ചെറുക്കനുമായിട്ടുള്ള ബന്ധമാണ്, അല്ലെങ്കിൽ 2 കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. പക്ഷേ കർത്താവ് പറഞ്ഞു, വിവാഹം എന്ന് പറയുന്നത് 2 സ്ത്രീയും പുരുഷനുമായിട്ടുള്ള മാത്രം ബന്ധമല്ല, 2 കുടുംബങ്ങൾ മാത്രമുള്ള ബന്ധമല്ല. ദൈവത്തിനുമുമ്പാകെ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ മനുഷ്യനിലേക്ക് എത്തുന്ന ഒരു കൂദാശയാക്കി വിവാഹത്തെ കർത്താവ് മാറ്റി. 7 കൂദാശകളൊന്നായി. വിശുദ്ധ മാമോദീസായെ പോലെ, കൂദാശകളുടെ മകുടമായ വിശുദ്ധ പട്ടത്തത്തെ പോലെ വളരെ പ്രഗത്ഭമായ മറ്റ് കൂദാശകളോടൊപ്പം വിവാഹത്തെ ദൈവം ഒരു കൂദാശയാക്കി മാറ്റി. ഇത് ലോകത്തിൽ ഒരു മതത്തിനോ ലോകത്തിൽ ഒരു വിശ്വാസത്തിനും ഇല്ലാത്തൊരു ഭാഗമാണ്. വിവാഹത്തെ കൂദാശയാക്കി മാറ്റി. ആ കൂദാശയിലൂടെ മക്കൾ ജനിക്കുമ്പം ആ കുട്ടികളെ മാമോദിസ മുക്കും. അപ്പോൾ വിവാഹം കൂദാശകളെന്ന് പറയുന്നത് ഒരു ചക്രമാക്കി മാറ്റി. കർത്താവ് 7 കൂദാശകളുടെ സാരാംശമാണ് 7 വാചകങ്ങളിലായി
സ്വർഗസ്ഥനായ പിതാവ് എന്നൊരു പ്രാർത്ഥന ഉണ്ടാക്കി നമ്മളെ പഠിപ്പിച്ചത്. നിൻ്റെ രാജ്യം വരണമേ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൽ അംഗങ്ങളായി നമ്മൾ ചേരുന്ന മാമോദിസായുടെ സൂചനമാണ്. നിൻ്റെ മഹത്വം ഭൂമിയിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ മൊറോനഭിഷേകം എന്ന അത്ഭുതമാണ് അവിടെ കാണിക്കുന്നത്. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ചോളൂ, ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നത് കുമ്പസാരം എന്ന കൂദാശയെ പറ്റിയാണ്. ദൈവത്തിൻ്റെ ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പം തരണമേ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് അപ്പമായി തന്ന വിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്ന വാചകമാണ്. ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ ദുഷ്ടനായ സാത്താനെ ഓടിക്കാൻ ദൈവം സൃഷ്ടിച്ച ഏക മാർഗം പട്ടത്വമാണ്. പട്ടക്കാരന് മാത്രമേ ആ പിശാചിനെ ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദുഷ്ടൻ രക്ഷിക്കുന്നത് പട്ടത്വത്തിൻ്റെ വലിയ സൂചനയാണ്. പിന്നെ അന്ത്യകൂദാശ അല്ലെങ്കിൽ രോഗികളുടെ തൈലാഭിഷേകം രോഗത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗം. രാജ്യവും ശക്തിയും മഹത്വവും ഞാൻ തരുന്നത് വിവാഹം കഴിച്ച് കുട്ടികളുണ്ടായി രാഷ്ട്രവും ശക്തിയൊക്കെ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ലോകത്തെ അദ്ദേഹം സൃഷ്ടിച്ച 7 കൂദാശകളെ സൂചിപ്പിക്കുന്ന 7 വാചകങ്ങൾ ചേർത്തിട്ടാണ് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത്. ആ കൂദാശകളിലൊന്നായി വിവാഹത്തെ അല്ലെങ്കിൽ കുടുംബസൃഷ്ടിയെ കർത്താവ് മാറ്റി. ഇത് ക്രിസ്ത്യാനികൾക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നാണ്. കൂദാശയെ ആക്കി മാറ്റപ്പെട്ട വിവാഹം എന്ന ശുശ്രൂഷ. മൂന്നാമതായി കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് വിവാഹ നിയമം മാറ്റി. അന്ന് ഒരു പുരുഷന് എത്ര ഭാര്യമാരുള്ളവരാകാമായിരുന്നു? ദാവീദ് രാജാവിന് 10 ഭാര്യമാർ, ശലോമോന് 600 ഭാര്യമാരും 300 വെപ്പാട്ടികൾ. വേദോത്സവത്തിലെ കണക്കനുസരിച്ച് അണ്ണക്കൊണ്ട് വല്ലതുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വേദോത്സവത്തിൽ 600 ഭാര്യമാരും 300 വെപ്പാട്ടിയാണ്. ഷാജഹാൻ 7000 ഭാര്യമാർ. എങ്ങനെ ഇവനൊക്കെ അറിഞ്ഞാൽ മതി എപ്പോഴാണ് ഈ ശലോമോൻ 600 ഭാര്യയും 300 വെപ്പാട്ടി കൈകാര്യം ചെയ്യുന്നത്? പിന്നെ അത് പോളിഗാമി എന്ന് പറയും. മറ്റു ചില ഒരു സ്ത്രീക്ക് പല ഭർത്താക്കന്മാരെ ആവാം. മഹാഭാരതത്തിലെ പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാർ. സിക്കാറിലെ കിണറ്റിനരിയിൽ വെച്ച് യാക്കോബിനെ കിണറ്റിനരിയിൽ വെച്ച് സമരക്കാരി സ്ത്രീയോട് കർത്താവ് പറയുകയാണ്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പം നീ താമസിക്കുന്നത് നിൻ്റെ ഭർത്താവല്ല എന്ന് കർത്താവ് കണക്ക് പറയാൻ. അങ്ങനെ ഈ പോളിഗാമിയും പോളിയാൻഡ്രിയും ലോക സമൂഹത്തിലുണ്ടായിരുന്നു. കർത്താവ് ഈ നിയമത്തെ മാറ്റി. 1 man 1 woman, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കൊണ്ട് ഒരു മനുഷ്യജന്മം തൃപ്തി ആയി കൊള്ളണം. ലോകചരിത്രത്തിൽ ആദ്യമായി മോണോഗാമി എന്ന നിയമം ഉണ്ടാക്കി. അതോടുകൂടി ഭർത്താവും ഭാര്യയും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. അവർ കുട്ടികളെ വളർത്താൻ തുടങ്ങി. അല്ലാതെ കുട്ടികളെവിടേക്കാണ് അപ്പനും അമ്മയും കരഞ്ഞുവിടാത്ത കുടുംബങ്ങളുണ്ടല്ലോ, അതല്ലാത്തൊരവസ്ഥ സൃഷ്ടിച്ചു. ഈ മോണോഗാമി കർത്താവ് ലോകത്തിനോ അതല്ലാത്തൊരവസ്ഥ സൃഷ്ടിച്ചു. ഈ മോണോഗാമി കർത്താവ് ലോകത്തിന് കൊടുത്ത ഏറ്റവും ശക്തമായൊരു നിയമസംഹിതയാണ്. നാളെ ഞാൻ കോളേജിൽ പോയി പ്രസംഗിച്ചപ്പോൾ കോളേജിലൊരു കുട്ടി പറഞ്ഞു, സാറേ ഇത് മോണോഗാമി അല്ല സാറേ, മോണോട്ടോണി എന്നാണ് എന്നെ വിളിക്കേണ്ടതെന്ന് പറഞ്ഞവൻ. അവൻ്റെ തലച്ചോറ് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. 4-മതായി കർത്താവ് ഉണ്ടാക്കിയ നിയമം, വിവാഹ നിയമത്തിൽ വിവാഹമോചനം ഇമ്പോസിബിളാക്കി കർത്താവ്. പഴയ നിയമത്തിൽ വിവാഹമോചനത്തിനെ പറ്റി മോശയുടെ ന്യായപ്രമാണത്തിലാണ് ന്യായം പറഞ്ഞിരുന്നത്. മോശയുടെ ന്യായപ്രമാണത്തിൽ പുരുഷന് ഭാര്യയെ 16 കാരണങ്ങളാൽ വിവാഹമോചനം തേടാം. ലേവ്യരുടെ പ്രസിദ്ധമായ പുസ്തകത്തിലെ വിവാഹ നിയമത്തൊന്ന് വായിച്ചു നോക്കിയാൽ നമ്മളൊക്കെ ഞെട്ടിപ്പോവും. 16 എണ്ണത്തിൽ ഒരെണ്ണം, ഭാര്യയുടെ തലമുടി കൊഴിയുന്നതായി കണ്ടാൽ ഭാര്യയ്ക്ക് വിവാഹമോചനം കൊടുക്കാം. ഏത് ഭാര്യയെ ഒഴിയണമെങ്കിലും വളരെ എളുപ്പം. പള്ളി ചെന്നച്ചോ എൻ്റെ ഭാര്യയുടെ തലമുടി കൊഴിയുന്നതായിട്ടൊരു സംശയം. ഏത് നീലപ്പങ്കാതി പുരട്ടുന്ന സ്ത്രീ ആണെങ്കിലും കൊള്ളാം, ചീപ്പെടുത്ത് ചീവിയാൽ 1-2 തലമുടി അതിൽ കുരുങ്ങിപ്പോവും. അതോടെ അവർക്ക് ഡൈവോഴ്സ്. കർത്താവ് പറഞ്ഞു, നത്തിങ് ഡൂയിങ്. 2 കാരണങ്ങളല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കാൻ പറ്റിയില്ല. 1, വിവാഹത്തിന് മുമ്പ് അവൾക്ക് ഭ്രാന്തുണ്ടെന്ന് തെളിയിക്കണം. 2, അവൾ അവിഹിത വീഴ്ചയ്ക്ക് പോയി തെളിയിക്കണം. ഇപ്പോൾ ഇന്ത്യയിലെ പ്രസിദ്ധമായ കേസ്, 2 ക്രിസ്ത്യാനികൾ തമ്മിൽ ഡൈവോഴ്സിന് രാജസ്ഥാൻ കോടതിയിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ രാജസ്ഥാൻ കോടതി പറഞ്ഞു, 1 തവണ ആർക്കും അബദ്ധം പറ്റാം, 1-ലേറെ തവണ ലൈംഗിക വീഴ്ച നടത്തുന്ന തെളിവുണ്ടോ എന്ന് ചോദിച്ചു. തെളിവില്ല, ഡൈവോഴ്സ് ഒക്കത്തില്ല എന്ന് പറഞ്ഞു രാജസ്ഥാൻ കോടതി. 2 ക്രിസ്ത്യാനിയുടെ കേസാണ്. അപ്പോൾ ഡൈവോഴ്സ് എന്നൊരു സാധനം കർത്താവ് ഇല്ലാതാക്കി. കർത്താവ് ഡൈവോഴ്സ് അങ്ങോട്ട് ഇല്ലാതാക്കിയപ്പോഴത്തേന് സന്തുഷ്ടമായ കുടുംബജീവിതങ്ങൾ ഭൂമിയിൽ ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ സന്തുഷ്ടമായ കുടുംബജീവിതം ഉണ്ടായപ്പോൾ ക്രിസ്ത്യൻ വിശ്വാസം ലോകമെങ്ങും പരന്നു. ആ ക്രിസ്ത്യാനികൾ ലോകത്തെ ഭരിക്കാൻ തുടങ്ങി. 6 ഭൂഖണ്ഡങ്ങൾ ക്രിസ്ത്യാനികളുടെ കൺട്രോളിലായി. പക്ഷേ ഒരു 100 വർഷം മുമ്പ് ക്രിസ്ത്യാനികൾ ഈ നിയമത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ തുടങ്ങി.
ഡൈവോഴ്സ് വളരെ ഈസിയാക്കി യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ. അതുകൊണ്ടാണ് ഓസ്വാൾഡ് സ്പെങ്ലർ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകം ഡിക്ലൈൻ ഓഫ് ദ വെസ്റ്റ്, ആ പുസ്തകത്തിൽ പറഞ്ഞു, ക്രിസ്ത്യൻ വിവാഹത്തിൽ നിന്ന് ക്രിസ്ത്യാനികൾ ഓടി ഒളിക്കുന്നതിനാൽ ഒരു 75 വർഷത്തിനകം വെസ്റ്റേൺ സിവിലൈസേഷൻ തകർന്ന് അടിയും എന്ന് പറഞ്ഞു. റൊണാൾഡ് റീഗൻ ആ പുസ്തകം വായിച്ചിട്ട് ഒരു ഒറ്റ ഏറ് വെച്ച് കൊടുത്തു. ജനലിൽ കൂടെ പുസ്തകം വന്ന് താഴെ വന്ന പോലീസുകാരൻ്റെ തലയിലോട്ട് വന്ന് വീഴുന്ന ഈ ഓസ്വാൾഡ് സ്പെങ്ലറുടെ പുസ്തകം ഡിക്ലൈൻ ഓഫ് ദ വെസ്റ്റ് റീഗൻ ഇഷ്ടപ്പെട്ടില്ല, ക്രിസ്തുമതം തകരുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ ക്രിസ്ത്യൻ നിയമത്തിൽ നിന്ന് മാറിയാൽ ക്രിസ്ത്യാനികളുടെ ഗ്രേറ്റ്നസ് ഇല്ലാതാവുമെന്നാണ് ഓസ്വാൾഡ് സ്പെങ്ലർ പറഞ്ഞത്. യേശുക്രിസ്തു അതുകൊണ്ടാണ് ഡൈവോഴ്സ് ഇല്ലാത്തൊരു സമൂഹത്തെ ഉണ്ടാക്കിയത്. അത് ക്രിസ്ത്യൻ വിവാഹത്തിൻ്റെ, ക്രിസ്ത്യൻ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സംഭവമാണ്. അഞ്ചാമത് യേശുക്രിസ്തു ചെയ്തത് സ്ത്രീകളെ മോചിപ്പിച്ചു എന്നുള്ളതാണ്. യഹൂദന്മാരുടെ ന്യായപ്രമാണത്തിൽ സ്ത്രീ പരസ്യമായിട്ട് റോഡിലിറങ്ങാൻ പാടില്ല, വിധവ സ്ത്രീ വീടിനകത്ത് അടച്ചു കെട്ടിയിരുന്നോണം, തല മുഴുവൻ മുണ്ടിട്ടിട്ടേ അവൾ ഇരിക്കാവൂ. ഇപ്പോൾ ജെറുസലേം പള്ളി പോയ മെയിൻ ഹോളിൽ കയറാൻ ഒക്കത്തില്ല, അപ്പുറത്തെ കണ്ടൊരു ഹോളുണ്ട്, അവിടെ പോയി തലയെ മുണ്ടിട്ടിരുന്നോണം. സ്ത്രീ സെക്കൻഡ് റേറ്റ് സിറ്റിസൻസ് ആയിരുന്നു റോമാ സാമ്രാജ്യത്തിലും ഗ്രീക്കുകാരുടെയൊക്കെ. കർത്താവ് പറഞ്ഞു നത്തിങ് ഡൂയിങ്. കർത്താവ് സ്ത്രീകളെ മോചിപ്പിച്ചു. പ്രാർത്ഥന സ്ഥലത്ത് തലയിൽ മുണ്ടിട്ടുകൊണ്ടിരിക്കണ്ട. വിധവ സ്ത്രീ പള്ളിയിൽ ചില്ലിക്കാശിട്ടപ്പം കർത്താവ് പറഞ്ഞു, കണ്ടോ ഇവിടെ ഈ കോടീശ്വരന്മാരുടെ പൈസകളൊക്കെ മഹത്വം വിധവ സ്ത്രീ ഇട്ട 2 ചില്ലിക്കാശാണെന്ന് പറഞ്ഞു. സ്ത്രീകളെ മോചിപ്പിച്ച ശേഷം അവർക്ക് സ്വന്തമായി ജോലി ചെയ്യാനും സ്വന്തമായി വരുമാനം സൂക്ഷിക്കാനും സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി കൊടുത്തു. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിലും സ്ത്രീകൾക്ക് പട്ടയമില്ല, പട്ടയെടുക്കാനല്ല, പട്ടാ നമ്പർ കിട്ടത്തില്ലായിരുന്നു. പക്ഷേ യൂറോപ്പിലും ക്രിസ്തുമതം പോയിടത്തൊക്കെ സ്ത്രീകൾക്ക് സ്വന്തമായി വസ്തു സൂക്ഷിക്കാം, പുരുഷനെ പോലെ സൂക്ഷിക്കാം, ജോലി ചെയ്യാം, ആ ശമ്പളം വാങ്ങിക്കാം, സ്വന്തമായി സേവ് ചെയ്യാം, രക്ഷിക്കാം. കർത്താവ് വളരെ സുന്ദരമായി അങ്ങോട്ട് മാറ്റുകയാണ്. ഇങ്ങനെ ക്രിസ്ത്യൻ വിവാഹത്തെ മാറ്റി, ക്രിസ്ത്യൻ കുടുംബത്തെ മാറ്റി 5 നിയമങ്ങളിലൂടെ കർത്താവ് ഭൂമിയിൽ സൃഷ്ടിച്ച അത്ഭുതമാണ് ക്രിസ്ത്യൻ കുടുംബം. ആ ക്രിസ്ത്യൻ കുടുംബം എങ്ങനെ ആവണം അത് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് പ്രസിദ്ധമായ 2 സംഭവങ്ങളിലാണ്. ഒന്ന് വളരെ പ്രസിദ്ധമായ മുടിനായപുത്രൻ്റെ കഥയാണ്. മുടിനായപുത്രൻ്റെ കഥയ്ക്ക് അങ്ങനെ പേര് കൊടുത്ത് വലിയ തെറ്റായിപ്പോയെന്നാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്. ആ കഥയ്ക്ക് വളരെ പ്രസിദ്ധമായ 9 തലക്കെട്ടുകളാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്. അതിലേറ്റവും ആദ്യം ആ കഥ കൊടുക്കുന്ന തലക്കെട്ട് സ്റ്റോറി ഓഫ് ദ മിസ്സിംഗ് മദർ, അമ്മയില്ലാത്ത അവസ്ഥയുടെ കഥ. ആ കഥയിലെ പ്രത്യേകത അമ്മയില്ല എന്നുള്ളതാണ്. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ 2 ആമ്പിള്ളാർ അമ്മ വഴക്കുണ്ടാക്കുമ്പോൾ ബടാ നീ ഇങ്ങനെ ചെയ്യലടാ അങ്ങനെ ചെയ്യലടാ എന്ന് പറഞ്ഞ് മക്കളെന്ന് കൺട്രോൾ ചെയ്തതിനായിരുന്നു. പിന്നെ യുവന്മാർക്ക് പിണയും കഴിഞ്ഞ് വസ്തു ഇട്ടുകൊണ്ട് ഇളയ മോഹൻ പോകാൻ തുടങ്ങുമ്പം അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോനെ നീ പോകലടാന്ന് പറഞ്ഞ് കൈവിരിച്ച് നിന്നാൽ ഒരു ഇളയ മകനും അമ്മയുടെ മുഖത്ത് നോക്കി നോ പറഞ്ഞിട്ട് പോകാൻ പറ്റിയല്ല. മനഃശാസ്ത്രജ്ഞർ പറയുന്നതാണ്. കാരണം ഏറ്റവും കൂടുതൽ കാലം അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്നതും ഏറ്റവും കൂടുതൽ കാലം അമ്മയുടെ കൂടെ കിടന്ന് ഉറങ്ങുന്നതും ഏറ്റവും ഇളയ കുട്ടിയാണ്. രണ്ടാമത് ഗർഭമുണ്ടാകുമ്പോഴേ മൂത്തവൻ്റെ മുലപൊടിയിൽ നിന്ന് അവൻ്റെ എല്ലാ ഇടപാടും കഴിഞ്ഞാൽ മുമ്പ് വേലക്കാരോട് കിടന്ന് ഉറങ്ങിക്കോണം. പിന്നെ മുലയൊന്നും കുടിക്കാൻ പറ്റിയല്ല. പക്ഷേ ഏറ്റവും ഇളയ കുട്ടി 2-2.5 വയസ്സ് വരെ മുല കുടിക്കും. അതുകൊണ്ട് മനഃശാസ്ത്രജ്ഞർ പറയുന്നു ഒരമ്മയുടെ ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ആരാണ്? മനഃശാസ്ത്രം പറയുന്നു ഏറ്റവും അവസാനം ഗർഭപാത്രം തുറന്നു പോയ കുട്ടി, ആണായാലും കൊള്ളാം പെണ്ണായാലും കൊള്ളാം, ആ കുട്ടിയേക്കാൾ വലുതായി ഒരമ്മയ്ക്ക് ഈ ഭൂമിയിൽ ഒരൊറ്റ സാധനമില്ല. ഇനി ഗ്രഹപ്പഴക്കം ഒരു ആൺകുട്ടിയുടെ ആയേക്കാങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ പോക്ക് കേസാണ്. ലോകം മുഴുവൻ എടുത്തെറിഞ്ഞാലും അമ്മ ആ കുട്ടിയുടെ കയ്യിലേ നിൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇളയ മോൻ വസ്തു ഇട്ടിട്ട് പോകാൻ തുടങ്ങുമ്പം മോനെ പോലിടാന്ന് പറഞ്ഞിരുന്നാൽ ആ ഇളയ കുട്ടിക്ക് നോ പറഞ്ഞ് പോകാൻ പറ്റില്ലായിരുന്നു. ചേട്ടൻ ചിലപ്പോൾ പൊക്കളയും, ഇനിയും പോകാൻ പറ്റിയല്ല. പിന്നെ ഇവനെന്തിനാണ് ഈ പൈസ ചെലവഴിച്ചത്? അവൻ വേശ്യസ്ത്രീകളുടെ വീടുകളിൽ പോയിട്ടാണ് ഈ പൈസ കൂടുതൽ പോയത്. അപ്പോൾ ഈ വേശ്യാലയത്തിൽ നിന്ന് പുരുഷന്മാരെയൊക്കെ പിടിക്കുമ്പം സാധാരണ ഒന്ന് അവൻ്റെ ഭാര്യയോട് പറയും, നിനക്ക് ഈ നിൻ്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തി കൂടേടി, നീ എന്തിനടാ ഇവനെ പിടിച്ച് പെണ്ണുങ്ങളുടെ അടുത്തൊക്കെ വിടുന്നതെന്ന് ചോദിക്കും. ചീത്തോളി മുഴുവൻ ഭാര്യയ്ക്കാം. പക്ഷേ ഞങ്ങൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ വേശ്യാലയത്തിൽ നിന്ന് പുരുഷന്മാരെ പിടിച്ച് അതിനെപ്പറ്റി ഗവേഷണം നടത്തിയപ്പോൾ കണ്ടെത്തിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഈ വേശ്യാലയത്തിൽ പോകുന്ന പുരുഷന്മാർ അമ്മയുടെ സ്നേഹം കിട്ടാത്ത ആളുകളാണ് ഈ വേശ്യാലയത്തിൽ പോകുന്നത്. ചെറുപ്പത്തിൽ അമ്മ മരിച്ചു പോകുകയോ ഭർത്താവ് അപ്പനും അമ്മയുടെ ഡൈവോഴ്സ് ആവുകയോ അല്ലെങ്കിൽ അപ്പൻ്റെ വീട്ടിൽ നിന്ന് വളരുകയൊക്കെ ചെയ്യുന്ന പിള്ളേരാണ് വേശ്യാലയത്തിൽ പോകുന്നത്.
ഈ കഥയിൽ അമ്മ ചെറുപ്പത്തിലെ ഭരിച്ചു പോയിരുന്നു. അതുകൊണ്ട് അമ്മയുടെ സ്നേഹം ഈ മനുഷ്യന് കിട്ടിയില്ല. അതുകൊണ്ടാണ് സ്ത്രീകളുടെ സ്നേഹത്തിന് വേണ്ടി അവൻ വേശ്യാലയത്തിൽ പോയതെന്നാണ് മനഃശാസ്ത്രജ്ഞർ പറയുന്നത്. എന്നാൽ അപ്പന്മാർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാണ്? അപ്പന്മാരെ പറ്റി സൈക്കോളജിയിൽ വിശദമായ ഗവേഷണം നടത്തിയ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നു, എല്ലാ അപ്പന്മാർക്കും ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം മൂത്ത മോളോടാണ്. ഭാര്യയോടും അല്ല, അമ്മയോടും അല്ല, അമ്മായിയമ്മയോടും അല്ല, അപ്പന്മാർക്ക് അപ്പീലില്ല മൂത്ത മോളൊന്ന്. അപ്പോൾ ഇന്ന പോലെ ചെയ്യണമെന്ന്, ഓ ശരി മോളെ ഇപ്പം ചെയ്തേക്കാന്ന് പറയും. അതാണ് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി. അപ്പോൾ ആ കഥയെ വേദശാസ്ത്രജ്ഞന്മാർ പറയുന്നു സ്റ്റോറി ഓഫ് ദ മിസ്സിംഗ് മദർ, അമ്മയില്ലാത്ത അവസ്ഥയുടെ കഥ. രണ്ടാമതായ കഥയെ പറയുന്നു സ്റ്റോറി ഓഫ് ദ മിസ്സിംഗ് സിസ്റ്റർ, സഹോദരി ഇല്ലാത്ത അവസ്ഥയുടെ കഥയാണ്. അമ്മ ഇല്ലെങ്കിലും മൂത്ത സഹോദരി ഈ അമ്മയുടെ റോള് ടേക്ക് ഓവർ ചെയ്താൽ കുറച്ച് പ്രശ്നം തീരും. ഇപ്പം പരിമളത്തിനോട് അമ്മ ചെറുപ്പത്തിലെ മരിച്ചുപോയി. പരിമളത്തിനോട് മൂത്ത സഹോദരി അമ്മയുടെ റോളെടുത്തു. പരിമളത്തിനേമേനെ പോലെ വലിയൊരു മഹാനെ സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ ഇവിടെ എന്താ പറ്റി? സഹോദരി ഇല്ല, രണ്ടാമക്കളെ ഉള്ളൂ. അപ്പോൾ ഈ സഹോദരന്മാരും വഴക്കുണ്ടാവുമ്പോൾ പെങ്ങളുണ്ടെങ്കിൽ പെങ്ങൾ പറയും, ചേട്ടാ മിണ്ടാരി ചേട്ടാ, അനിയാ വഴക്കുണ്ടാക്കാനിയാ, ചേട്ടനോട് വഴക്കുണ്ടാക്കാൻ പറയും. ഇനി സഹോദരിയുടെ കൈ നിന്നില്ലെങ്കിൽ അവളൊരു വിളിയുണ്ട്, അമ്മേ നടുകുമാരോട് അടിയുണ്ടാക്കുന്നതെന്ന് പറയും. അമ്മ ഒരു തവി എടുത്തുകൊണ്ടെന്ന് രണ്ടെണ്ണം കൊടുക്കുമ്പോൾ സംഗതിയൊക്കെ ശരിയാവും. അമ്മയുടെ കയ്യിൽ നിന്നില്ലെങ്കിൽ അമ്മ ഒരു വിളി വിളിക്കും, ഇങ്ങനെ കണ്ടില്ലേ ഇവന്മാർ കിടന്ന് അടിയുണ്ടാക്കുന്നത്, അപ്പനൊരു കവളിമടൽ കൊണ്ടതിന് രണ്ടെണ്ണം കൊടുത്താൽ ശരിയാവും. ഇവിടെ എന്ത് പറ്റി? ഈ സഹോദരി എന്ന് പറഞ്ഞാൽ മുനിസിപ്പൽ കോടതിയും അമ്മയെന്ന് പറഞ്ഞാൽ ജില്ലാ കോടതി, അപ്പൻ ഹൈക്കോടതിയാണ്. ഈ വീട്ടിൽ അമ്മയില്ല, സഹോദരിയില്ല, മുനിസിപ്പൽ കോടതിയില്ല, ജില്ലാ കോടതിയില്ല, ഹൈക്കോടതിയിൽ അപ്പീൽ വരികയാണ്. വല്ല രക്ഷയുണ്ടോ? ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് ആ കഥയെ സ്റ്റോറി ഓഫ് ദ മിസ്സിംഗ് സിസ്റ്റർ എന്ന് വിളിക്കുന്നത്. മൂന്നാമതായ കഥയെ വിളിക്കുന്ന സ്റ്റോറി ഓഫ് ദ അവാരിഷ്യസ് ബ്രദർ, അത്യാഗ്രഹിയായ സഹോദരൻ്റെ കഥയാണ്. എന്താണ് ഈ കഥയിലെ അത്യാഗ്രഹം? അത് യഹൂദന്മാരുടെ നിയമം പഠിച്ചെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. നമ്മൾ സ്വത്ത് വിധിക്കുന്നുള്ളതല്ല യഹൂദന്മാർ സ്വത്ത് വിധിക്കുന്നത്. യഹൂദന്മാർ സ്വത്ത് വിധിക്കുമ്പോൾ എല്ലാ ആൺമക്കൾക്കും ഓരോ വീതം വെച്ച ശേഷം അപ്പനും അമ്മയ്ക്കും ഒരു സെപ്പറേറ്റ് വീതം വെക്കും. അപ്പനമ്മയും വയസ്സുകാലത്ത് ഏത് മോൻ നോക്കുന്നോ അവനുള്ളതാണ് ആ ഷെയർ. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഒരു എക്സ്ട്രാ ഷെയർ വെക്കും. അത് ഏറ്റവും മൂത്ത ജ്യേഷ്ഠന് കൊടുത്തേക്കും, ഏറ്റവും മൂത്ത ജ്യേഷ്ഠന്. കാരണം എല്ലാ കുടുംബവും കെട്ടിപ്പൊക്കൊണ്ട് വരാൻ ഈ മൂത്ത ജ്യേഷ്ഠന്മാർ കായികമായും അവൻ്റെ സമ്പത്ത് കൊണ്ടും ഇളയ മക്കളെ ഇളയ സഹോദരങ്ങളെ വളർത്താനും അവരുടെ വിദ്യാഭ്യാസം ചെയ്യിക്കാനും കല്യാണം കഴിപ്പിക്കാനുള്ള സ്ത്രീധനവും ഒക്കെ ഈ മൂത്ത ചേട്ടൻ ഉണ്ടാക്കും. പക്ഷേ വീതം വെക്കുമ്പോൾ വെക്കടാ ഈക്വൽ എന്ന് പറഞ്ഞ് ഇളയ പിള്ളേർ ബഹളം ഉണ്ടാക്കാം. അത് യഹൂദന്മാർ മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ട് മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞു ഏറ്റവും മൂത്ത ജ്യേഷ്ഠനൊരു എക്സ്ട്രാ ഷെയർ കൊടുക്കും. പക്ഷേ ഇളയ മക്കൾ ആരെങ്കിലും എന്തെങ്കിലും കാരണവശാൽ പാപ്പരായിപ്പോയാൽ ഈ അധിക വീതം ആ അനിയന് കൊടുക്കണം. ഇതാണ് നിയമം. അപ്പോൾ മുടിനാപത്തിൻ്റെ വീട്ടിൽ സ്വത്ത് വിധിച്ചത് രണ്ടായിട്ടല്ല, നാലായിട്ടാണ്. ചേട്ടനൊരു വീതം, അനിയനൊരു വീതം, അപ്പനൊരു വീതം, പിന്നെ ഒരു എക്സ്ട്രാ വീതം ചേട്ടന് കൊടുത്തിരുന്നു. അപ്പോൾ ഇവ മുടിനാപത്തിനായിട്ട് തിരിച്ചു വന്നാൽ ഈ എക്സ്ട്രാ വീതം ഈ അനിയന് കൊടുക്കാൻ ഈ ചേട്ടൻ ബാധ്യസ്ഥമാണ്. അതാണ് ഈ ചേട്ടൻ്റെ ദേഷ്യം. മുടിഞ്ഞവും പോയെങ്കിൽ ചത്തിരുന്നെങ്കിൽ 4-1 നഷ്ടപ്പെട്ട 4-3 എൻ്റെ കയ്യിൽ ഇരുന്നതിനായിരുന്നു. ഇനി അപ്പൻ്റെ വീതം കൊടുക്കത്തില്ലെന്ന് അപ്പൻ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാവുന്നതാ, നീ പേടിക്കണ്ട, നീ അപ്പനെ നോക്കാനൊന്നും വീതമില്ല, ഞാൻ ഇവന് കൊടുക്കത്തില്ല, നിനക്കേ തരത്തുള്ളൂ എന്ന് അപ്പൻ കൃത്യമായിട്ട് കഥ പറയുന്നുണ്ട്. പക്ഷേ അതാണ് ഈ പ്രശ്നം. ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കുടുംബസ്വത്ത് വീതം വെക്കുമ്പോൾ നടക്കുന്ന അടിപിടി, ബഹളം, തോക്കെടുത്ത് വെടിവെക്കുക. എനിക്ക് പരിചയമുള്ള 2-3 വീടുകളിൽ ഭയങ്കര കോടീശ്വരന്മാരാണ്. സ്വത്ത് വീതിക്കാൻ വേണ്ടി ചേട്ടനും ബഹളം, അമ്മാവനെ വെടിവെച്ച് കൊല്ലുക, ഭയങ്കര പ്രശ്നമാണ്. കുടുംബസ്വത്ത് ആര് കൂടുതലെടുത്താലും മുടിഞ്ഞുമ്മം കൊടുത്തു. ഞാൻ പറയുന്നതുകൊണ്ട് വിശ്വസിക്കേണ്ട, നിങ്ങൾ പോലീസ് റെക്കോർഡുണ്ട്, നിങ്ങളുടെ നാട്ടിൽ ചെന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ. നിങ്ങളുടെ വല്യപ്പൻ്റെ കാലത്ത് വഴക്കുണ്ടാക്കി അധിക വീതം എടുത്ത ഏത് മോനാണേലും കൊള്ളാം, അവൻ്റെ കൊച്ചുമക്കളൊന്നും ആ നാട്ടിൽ കാണത്തില്ല. കുടുംബസ്വത്ത് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ വളരെ കുറച്ച് കിട്ടിയ മോൻ ആരാണോ അവൻ്റെ മക്കൾ കൊച്ചുമക്കളൊക്കെ ഉണ്ടല്ലോ വലിയ ഉദ്യോഗത്തിലൊക്കെ എത്തി ആ നാട്ടിലെ ഏറ്റവും പ്രമുഖരായിട്ട് മാറും. ഇത് ദൈവത്തിൻ്റെ കളിയാണ്. അപ്പോൾ ഈ കുടുംബസ്വത്ത് വക്രിച്ചെടുക്കാനുള്ള ചേട്ടൻ്റെ ആഗ്രഹം, അതാണ് സ്റ്റോറി ഓഫ് ദ അവാരിഷ്യസ് ബ്രദർ എന്ന് പറയുന്നത്. ഇനി 4ാമതായ കഥയെ പറയുന്നത് സ്റ്റോറി ഓഫ് ദ ലവിങ് ഫാദർ, സ്നേഹിക്കുന്ന അപ്പൻ്റെ കഥയാണ്. മുഴിഞ്ഞ് ഉമ്മങ്കൽ ഇട്ടെങ്കിലും അപ്പൻ്റെ അടുത്ത് പോയാൽ അപ്പൻ രക്ഷിക്കുമെന്നവനൊരു തോന്നലുണ്ടായി. അല്ലാതെ അവൻ തിരിച്ചു വന്നാൽ ഒലക്കയെടുത്ത് അപ്പൻ അടിക്കുമെന്ന് വല്ല സംശയം അവൻ ജീവനും കൂടി തിരിച്ചു വരുമോ? അവൻ തിരിച്ചു വരത്തില്ല. പക്ഷേ അപ്പൻ്റെ സ്നേഹത്തിനും അമ്മയുടെ സ്നേഹത്തിനും അതിർവരമ്പുകളുണ്ട്, ഡിഫറൻസ് ഉണ്ട്. മനഃശാസ്ത്രന്മാർ പറയുന്നതാണ്, അപ്പൻ്റെ സ്നേഹത്തിന് അതിർവരമ്പുണ്ട്, അമ്മയുടെ സ്നേഹത്തിന് അതിർവരമ്പില്ല.
മക്കളുള്ള സ്നേഹത്തിന്. അപ്പൻ്റെ സ്നേഹത്തിനകത്ത് രൂപമാണ് പൈസ, എക്കണോമിക്സ് ഉണ്ട്. അമ്മയുടെ സ്നേഹത്തിനകത്ത് എക്കണോമിക്സ് ഇല്ല, പരിപൂർണ്ണമായിട്ട് എക്കണോമിക്സ് ഇല്ല. ദൂരെ നിന്ന് മകൻ വരുന്നതായിട്ട് അപ്പം കണ്ടു. ഇവിടെ എന്ത് ചെയ്തു? അപ്പൻ ഇങ്ങനെ വടിയുറ്റുമല്ലോ നിന്നു. ഇടോ മുടിഞ്ഞോ വരുന്നടോ, ഇവനെ ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും? ഞാൻ സ്വീകരിക്കാതിരുന്ന എൻ്റെ മരിച്ച ഭാര്യയുടെ ആത്മാവിനോട് ക്ഷമിക്കുമോ? ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചു തന്നു. അപ്പോഴത്തേക്ക് ഈ മുടിനാപത്രം നടന്ന് വരാന്തലെത്തി. അപ്പം പിടിച്ചകത്തോട്ട് കയറ്റി. അമ്മയുണ്ടെങ്കിലോ, അമ്മ മുടിനാപത്തിനെ കാണുമ്പോൾ ഒറ്റ വെടിയിൽ വിടും. മോനെ വാടാന്ന് പറഞ്ഞ് പോയി കെട്ടിപ്പിടിച്ച് കൊണ്ടുവരും. അപ്പന്മാർക്ക് ഏറ്റവും ഇഷ്ടം പണമുള്ള മോനോടാണ്. മോൻ ആദ്യം കാറ് വാങ്ങിക്കും, അപ്പം കയറി മുമ്പിൽ ഇങ്ങനെ ഞെളിഞ്ഞൊരൊറ്റ ഇരിപ്പാണ്. അമ്മമാർക്ക് ഏറ്റവും ഇഷ്ടം ഫിനാൻഷ്യലി വീക്കായ മോൻ ആരാണ്? അവനോടാണ് സ്നേഹം. ഇടയ്ക്കിടയ്ക്ക് ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് 2000 രൂപ അടിച്ച് മാറ്റും. എന്നിട്ട് അവൻ്റെ വീട്ടിൽ പോകുമ്പോൾ, നീ വെച്ചോടാ, ഞാൻ തന്ന ആരോടും പറയല്ലേ, നീ കൈവച്ചോ എന്ന് പറഞ്ഞ് ഇളയ മോന് കൊടുത്തളയും. ഏറ്റവും ദരിദ്രമുള്ള മോൻ ആരാണോ അവൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഈ അമ്മ വരും. അതാണ് അപ്പനും അമ്മയും തമ്മിലുള്ള വ്യത്യാസം. എങ്കിലും ഈ അപ്പ സ്നേഹമുള്ളവനായിരുന്നു. അതുകൊണ്ടാണ് മുടിനാപത്രം തിരിച്ചു വന്നത്. 5-ാമതായ കഥയെ പറയുന്നത് സ്റ്റോറി ഓഫ് ദ എവർ ഫോർഗിവിങ് ഗോഡ്, പാപങ്ങൾ ക്ഷമിക്കുന്ന ഈശ്വരൻ്റെ കഥയാണ്. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരിതാപകരമായ വീഴ്ച പന്നിയെ മേയ്ക്കുക എന്നുള്ളതാണ്. അവിടം വരെ ഇവനെത്തി. പക്ഷേ പാപങ്ങൾ ക്ഷമിച്ച് അപ്പൻ അവനെ സ്വീകരിച്ചു. ബാക്കിയുള്ള 4 തലക്കെട്ടുകൾ ഇന്നത്തെ കുടുംബയോഗത്തിന് പ്രസക്തമല്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ കർത്താവ് ഈ മുടിനാപത്തിൻ്റെ കഥയിലൂടെ പഴയ നിയമത്തിൽ 3 ഘടകങ്ങളുള്ള ഒരു കുടുംബത്തെ 5 ഘടകമുള്ളൊരു കുടുംബമാക്കി മാറ്റി. സ്നേഹിക്കുന്ന അമ്മ, സ്നേഹിക്കുന്ന സഹോദരി, സ്നേഹിക്കുന്ന അപ്പൻ, കുടുംബസ്വത്ത് വക്രീച്ചെടുക്കാൻ ഗൂഢാലോചന നടത്താത്ത സഹോദരങ്ങൾ, ഈശ്വര സാന്നിധ്യം, പ്രാർത്ഥനയുടെ അന്തരീക്ഷം. ഈ 5 ഘടകങ്ങളുള്ള കുടുംബമാക്കി കർത്താവ് മാറ്റി. അതാണ് നമ്മുടെ ക്രിസ്ത്യൻ കുടുംബം. ഇന്നാളെ പള്ളിയിൽ പോയി പ്രസംഗിച്ചിട്ട് ഇറങ്ങി വന്നപ്പോൾ ഒരു സ്ത്രീ ഓടി വന്നു, ചെറുപ്പക്കാരിയാണ്. സാറേ, ഒരാളിനെ സാറ് വിട്ടുപോയി. എന്നുവെച്ചാൽ ആരാ? അമ്മായിയമ്മ. സാറ് പറഞ്ഞില്ലല്ലോ ഈ പാവം പെങ്കൊച്ചിനെ അമ്മായിമ്മല്ലോ ഉപദ്രവിക്കുന്നുണ്ടായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞ മോളെ, ഈ അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ അമ്മായിമ്മ ഒന്നാ, അല്ലാതെ അമ്മായിമ്മ സെപ്പറേറ്റ് അല്ല എന്നൊക്കെ മോളെ സമാധാനിച്ച് വിട്ടിയാൽ. 10-24 വയസ്സിലെ പാവം പെൺകുട്ടി, വിവാഹം കഴിഞ്ഞെന്തോ പ്രശ്നം ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ക്രിസ്ത്യൻ കുടുംബം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ 3 ഘടകമുള്ള കുടുംബത്തെ കർത്താവ് 5 ഘടകമുള്ള കുടുംബമാക്കി മാറ്റി. ആ കുടുംബത്തെയാണ് ക്രിസ്ത്യൻ കുടുംബം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ ഈ 5 ഘടകമുള്ള ക്രിസ്ത്യൻ കുടുംബങ്ങളാണോ എന്ന് നമ്മൾ കണക്കാക്കണം. എന്നിട്ട് വേണം പട്ടാശ്ശേരി കുടുംബത്തിൻ്റെ വലിയ ചരിത്രം പറയുമ്പോൾ, ആ ചരിത്രം പറയുമ്പോൾ തന്നെ നമ്മുടെ കുടുംബം ഇങ്ങനെയാണ്, അങ്ങനെ ഈ പറയുന്ന ക്രിസ്ത്യൻ കുടുംബമാണോ എന്നൊന്ന് വെരിഫൈ ചെയ്യണം. ഇല്ലെങ്കിൽ എവിടെയാണോ തെറ്റ്, ആ തെറ്റ് നമ്മൾ പരിഹരിക്കുമ്പോഴേ നമ്മൾ യേശുക്രിസ്തു പറഞ്ഞ ഒരു ക്രിസ്ത്യൻ കുടുംബമായി മാറുകയുള്ളൂ. ഇനി ക്രിസ്ത്യൻ കുടുംബമായി നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് നമുക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രം അറിയാവുന്ന ഒരു വംശപരമ്പരയുടെ തുടക്കമാണ്. ലോകത്തിലെ സാധാരണക്കാരന് വല്യപ്പൻ്റെ അപ്പം വരെ അറിയാവോ മാക്സിമം. അപ്പോൾ മക്കൈവർ എന്ന് പറയുന്ന പ്രസിദ്ധനായ സോഷ്യോളജിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മക്കൈവറും പേജും ചേർന്ന് ഒരു വലിയ പുസ്തകം എഴുതി. സൊസൈറ്റി, സോഷ്യോളജി പഠിക്കുന്നവർക്ക് ഏറ്റവും ആധികാരികമായിട്ട് പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നൊരു പുസ്തകം. ആ പുസ്തകത്തിൽ മക്കൈവർ ഒരു ചോദ്യം ചോദിച്ചു, എന്താണ് ഈ അരിസ്റ്റോക്രാറ്റിക് കുടുംബം? എന്താണ് വലിയ കുടുംബശ്രീ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? മക്കൈവർ പറയുന്നു, ആർക്കെങ്കിലും ഒരാൾക്ക് വല്യപ്പൻ്റെ അപ്പം വരെ അറിയാവോ, പേര് വെച്ച് അറിയാവോ, അവന് കുടുംബമില്ല, അവൻ അടുത്ത കാലത്ത് കണ്ട് പൊട്ടി വിളിച്ച ആരാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് വല്യപ്പൻ്റെ പേരറിയാവോ, അവൻ കുടുംബസ്ഥിതിയുള്ളവനാണ്, അവൻ അരിസ്റ്റോക്രാറ്റിക്കാണ്. മക്കൈവറൻ പേജിൻ്റെ ഡെഫിനിഷനാണ്. ഇവിടെ ഞാൻ എൻ്റെ കുടുംബത്തിൽ എഴുതിയപ്പം 20 തലമുറ വരെ പേര് പിടിച്ചാൻ, 20 തലമുറ വരെ പള്ളിയിലെ റെക്കോർഡ്സ് എടുത്ത്, നളാകാവ് പുസ്തകം എടുത്ത്, മാമോദിസയുടെ രജിസ്റ്റർ എടുത്ത് പുറകോട്ട് പിടിച്ച് 20 തലമുറ വരെ പോയി. അത് കഴിഞ്ഞ് എനിക്ക് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ പറയുമ്പോൾ എത്രയോ തലമുറയുടെ കണക്കറിയാം നമുക്ക്. എത്രയോ തലമുറയിലെ പൂർവ്വപിതാക്കന്മാർ എന്തൊക്കെ ചെയ്യുന്നറിയാം. അതാണ് നമ്മുടെ പട്ടാശ്ശേരി കുടുംബത്തിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ IPS എല്ലാം കിട്ടി ഹൈദരാബാദ് അക്കാഡമിയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഓരോരുത്തൻ വാചകോടി തുടങ്ങി. എൻ്റെ കൂടുതലൊരുത്തൻ തൊമ്മോർ രാജവംശത്തിൽപ്പെട്ടാണ്. പഴയ ഡൽഹിയിലെ റാണ പ്രതാപിൻ്റെയൊക്കെ വംശം ഉള്ള തൊമ്മോർ രാജവംശം ഒരുത്തൻ.
വേറൊരുത്തൻ മധ്യപ്രദേശിലെ പ്രസിദ്ധമായ രാജവംശത്തിൽപ്പെട്ടതാണ്. അവൻ തുടങ്ങിയാലുടനെ വാചകടിയാണ്, ഞങ്ങളുടെ വല്യപ്പമ്മ രാജാവായിരുന്നു, മറ്റേന്നൊക്കെ പറഞ്ഞു. എൻ്റെ കൂടെയുള്ള വേറൊരാൾ തമിഴ്നാട്ടിലെ ഗവർണറുടെ മോനാണ്. അയാൾ പഞ്ചാബിലെ പ്രസിദ്ധമായ കുടുംബമാണ്. ഞാനൊരു 4-5 ദിവസം വെയിറ്റ് ചെയ്തു, യുവമാരുടെ വാചകടി തീരുമെന്നറിയാൻ വേണ്ടി. ഒരു രക്ഷയില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഞാൻ എൻ്റെ കുടുംബത്തെ അങ്ങോട്ട് വരുത്തിച്ച് പോസ്റ്റിൽ അയക്കാൻ പറഞ്ഞു. അതിനകത്ത് ഒരു ചാപ്റ്റർ കൂടി ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഞാൻ ആ ഇംഗ്ലീഷിലെ കുടുംബേരത്തിൻ്റെ അടുത്ത് അങ്ങോട്ട് കൊടുത്തു. ഇതെൻ്റെ കുടുംബേരത്തിൽ എന്നത് അമ്മ വായിച്ചു നോക്കി. അപ്പോൾ നമ്മുടെ എല്ലാം കുടുംബേരത്തിലുണ്ടല്ലോ, തോമാസ്ലിയ വന്നു, ആ ഡാൻസാണ് ചെയ്തു, ഈ ഞാൻ സത്യമാണോ എന്ന് വേറെ കാര്യം അങ്ങോട്ട് പറയാൻ. അപ്പോൾ യുവമാരുടെ രാജവംശത്തിനൊക്കെ 800 കൊല്ലം 900 കൊല്ലം ചരിത്രമേ ഉള്ളൂ. എൻ്റെ തുടങ്ങുന്നത് 2000 കൊല്ലം തോമാസ്ലിയ എന്ന് തുടങ്ങിയില്ലേ, പിന്നെ അവന്മാർ തുറന്നില്ല. കാര്യം എൻ്റെ അടുത്ത് മത്സരിക്കാൻ പറ്റത്തില്ല എന്ന് അവർക്ക് മനസ്സിലായി. പിന്നെ മിണ്ടിയിട്ടില്ല. അപ്പോൾ ലോകത്തിൽ ഏത് ഭാഗത്താണേലും നമ്മുടെ കുടുംബേരത്തിനകത്തൊരു ഇംഗ്ലീഷ് ഒരു ചാപ്റ്റർ അടിച്ചതിന് സമ്മറി ചേർത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ലോകത്തിലെവിടെയും പോയാൽ നമുക്ക് പിടിച്ചേക്കാൻ പറ്റും. ഞാൻ എൻ്റെ കുടുംബേരത്തിൽ ഒരു ചാപ്റ്റർ, ഒരു സംഗ്രഹം മുഴുവൻ ഇംഗ്ലീഷിലാക്കി, വേറൊരു സംഗ്രഹം മുഴുവൻ ഹിന്ദിയിലാക്കി. ഉത്തരേന്ത്യയിൽ ജോലി ചെയ്യുന്ന ഒരു നമ്മുടെ കുടുംബാംഗം ഹിന്ദിയിലെ ഭാഗം എടുത്ത് കാണിച്ചു കൊടുത്തത് അവന് വായിക്കാം. അപ്പോൾ മനസ്സിലാവും ഞങ്ങളുടെ ഈ കുടുംബം എന്ത് കുടുംബമെന്ന് മനസ്സിലാവും. അപ്പം ഇങ്ങനെ അറിയുക എന്നുള്ളതാണ് കുടുംബസ്ഥിതിയുടെ ബേസിസ്. അരിസ്റ്റോക്രസിയിൽപ്പെട്ട ആളാണെന്ന് അറിയുന്ന ഒരു സംഭവം. അതുകൊണ്ട് നിങ്ങൾ ഞാനൊക്കെ ഭാഗ്യം ചെയ്തവരാണ്. നമുക്കങ്ങനെ നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയാൻ, എത്രയോ പൂർവ്വപിതാക്കന്മാരുടെ പേര് പറയാൻ നമുക്ക് കഴിയും. അപ്പോൾ ഈ അന്തസ്സ് നമ്മൾ കാത്തു രക്ഷിച്ചിരിക്കണം. പക്ഷേ ആ ക്രിസ്ത്യൻ കുടുംബം ഒരു സ്വർഗീയ കുടുംബമായി മാറണമെങ്കിൽ, ഭൂമിയിലെ പർദീസാക്കി മാറ്റണമെങ്കിൽ അത് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് കൃത്യമായ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അതിലേറ്റവും പ്രസിദ്ധമായ പുസ്തകം ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്ന എലിസബത്ത് ഹർലോക്ക് എന്നൊരു സ്ത്രീ ലോകത്തിൽ കുട്ടികളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്ന 1000 PhD തീസിസുകൾ സമാഹരിച്ചെഴുതിയ വിശ്വപ്രസിദ്ധമായ പുസ്തകമാണ്. അത് കഴിഞ്ഞ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന പാപ്പാലിയയുടെ പ്രസിദ്ധമായ പുസ്തകം. ഞാൻ വായിക്കുമ്പോൾ തന്നെ 12,000 രൂപ വിലയായിരുന്നു ആ പുസ്തകത്തിന്. ഇപ്പോൾ എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പാപ്പാലിയയുടെ പുസ്തകമാണ്. അപ്പോൾ നമ്മുടെ അപ്പന്മാർ മഹാന്മാരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ ഈ സന്തതി പരമ്പിൽ ജനിക്കുന്ന കുട്ടികൾ നമ്മുടെ അപ്പന്മാരെ പോലെ കേരള സമൂഹത്തിൽ അറിയപ്പെടുന്നവരായി മാറണം. അവർ വലിയ വലിയ സ്ഥാപനങ്ങളെ നയിക്കുന്ന മഹാന്മാരായി മാറണം. എങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റിയല്ല. അപ്പോൾ എൻ്റെ വല്യപ്പൻ്റെ ബ്രദർ VK ജോർജ് IPS ആയിരുന്നു. എൻ്റെ ഒരു അങ്കിള് PG കോശി സൂപ്രണ്ട് ഓഫ് പോലീസ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വന്നു. ഇപ്പോൾ എൻ്റെ അനിയൻ്റെ മോന് കഴിഞ്ഞ ആഴ്ച IPS കിട്ടി. അപ്പോൾ ഓരോ തലമുറയിലും നമ്മുടെ പൂർവ്വതാക്കന്മാരെ പോലെ പ്രശസ്തരായ മക്കളെ ഉണ്ടാക്കണം. മക്കളെ ഉണ്ടാക്കിയാലേ ഈ കുടുംബം ഒരു 100 കൊല്ലം കഴിഞ്ഞ് ഇതുപോലെ ഈ ഹോളിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യണം, നമ്മുടെ കുടുംബത്തെ എങ്ങനെ സ്വർഗമാക്കി മാറ്റണം, ഇത് വിശദമായി ഈ ഗ്രന്ഥങ്ങളിൽ പറയുകയാണ്. സമയമില്ലെങ്കിലും ചെറുതായിട്ട് സമ്മറി ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മുടെ കുട്ടി ലോകമറിയപ്പെടുന്ന പ്രശസ്തനായ ഒരു വ്യക്തിയായി തീരണമെങ്കിൽ എപ്പോൾ തുടങ്ങണം? ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, ഗർഭത്തിൽ 90 ദിവസമാവുമ്പോൾ മുതൽ അപ്പനും അമ്മയും ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ കുട്ടികൾ വലിയ പ്രസിദ്ധരായ മനുഷ്യരായി തീരുകയുള്ളൂ. അതുകൊണ്ട് ഗർഭം 90 ദിവസം ആകുമ്പോഴേക്കും അച്ഛനും അമ്മയും ശ്രദ്ധിച്ചു തുടങ്ങണം. ഗർഭത്തിരുന്ന് കുട്ടികൾ പഠിക്കുമെന്നുള്ളത് പുരാണത്തിൽ നമ്മൾ കേട്ടൊരു കഥയാണ്. അഭിമന്യു ചക്രവ്യൂഹം പൊളിക്കാൻ പഠിച്ചത് ഗർഭത്തിരുന്നുകൊണ്ടാണ്. അഷ്ടാവക്രൻ ഗർഭത്തിരുന്നുകൊണ്ട് അപ്പൻ്റെ മന്ത്രം തിരുത്തി തൊഴി വാങ്ങിച്ചു, അമ്മയ്ക്ക് തൊഴി കിട്ടി. പിന്നെ പ്രഹ്ലാദൻ ഗർഭത്തിരുന്നുകൊണ്ടാണ് നാരായണനെന്ന് പറഞ്ഞു തുടങ്ങിയത്. ഇതൊക്കെ പുരാണത്തിൽ പറയുന്ന കഥയാണ്. ഇപ്പം ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നു, സംഗതി കറക്റ്റ്. ഇംഗ്ലണ്ടിലെ പ്രസിദ്ധമായ ഗവേഷണത്തിൽ ഓരോ ഗർഭിണി കിടക്കുന്ന മുറിയിൽ ഓരോ പാട്ട് വെച്ചു കൊടുത്തു. ഗർഭിണി പ്രസവിച്ച് കഴിഞ്ഞ് കുഞ്ഞ് കരയുമ്പം ഈ കുഞ്ഞ് ഗർഭത്തിൽ കിടന്ന സമയത്ത് ആ ബെഡ്റൂമിൽ വെച്ച പാട്ട് ഓൺ ചെയ്താൽ കുട്ടി കരച്ച് നിർത്തും. വേറെ ഏത് പാട്ട് ഓൺ ചെയ്താൽ കുട്ടി കരച്ച് നിർത്തിയില്ല. ഗർഭത്തിൽ കിടന്നുകൊണ്ട് കുട്ടി ആ പാട്ട് കേട്ടിരുന്നു എന്ന് ശാസ്ത്രം മനസ്സിലാക്കി. മൊസാർട്ട് എന്ന വിശ്വപ്രസിദ്ധനായ സംഗീതജ്ഞൻ പറയുന്നു, ഞാൻ പാട്ടുകാരനാവാനുള്ള കാരണം ഞാൻ ഗർഭത്തിൽ കിടന്ന 10 മാസം എൻ്റെ അമ്മ വീന കത്തീഡ്രൽ സംഗീതം പഠിക്കുന്ന കൊയർ ഗ്രൂപ്പിലെ അംഗമായിരുന്നു. അമ്മ ഈ പാട്ട് പഠിക്കുന്നത് ഞാൻ വയറ്റിൽ കിടന്നത് കേട്ടാണെന്ന് മൊസാർട്ട് പറയുന്നു. ഫ്രാൻസിലൊരു ഗവേഷണം നടന്നു. 200 ഗർഭിണികൾക്ക് ചതുര ഷേപ്പിൽ മുഖമുള്ള കുട്ടികളുടെ ഫോട്ടോ കാണാൻ കൊടുത്തു. ആ കുട്ടികൾ ആ ഫോട്ടോ കണ്ടുകൊണ്ട് ഗർഭപാൽ കഴിച്ചിട്ട് സ്ത്രീകൾ പ്രസവിച്ച കുട്ടികൾക്ക് അപ്പൻ്റെ അമ്മയുടെ മുഖച്ചായമുണ്ട്, പക്ഷേ ഒരു ചതുര ഷേപ്പ് ഫോം ചെയ്തു. വേറൊരു 200 ഗർഭിണികൾക്ക് ത്രികോണാകൃതിയിൽ മുഖമുള്ള കുറുക്കൻ്റെ കൂട്ട് മുഖമുള്ള കുട്ടികളുടെ ഫോട്ടോ കാണാൻ കൊടുത്തു.
ആ സ്ത്രീകൾ പ്രസവിച്ചപ്പോൾ നോക്കിയപ്പോൾ അപ്പൻ്റെ അമ്മയുടെ മുഖച്ചായ ഉണ്ടെങ്കിൽ അതിനൊരു ത്രികോണാകൃതി ഫോം ചെയ്ത് ഈ അമ്മ കണ്ടത് കുട്ടിയെ സ്വാധീനിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിലൊരു കഥയുണ്ട്. കറുപ്പും വെളുപ്പുള്ള ആട്ടും കുട്ടികൾക്ക് പാലിൽ കൂടുതലാണെന്ന് യാക്കോബ് കണ്ടു. അപ്പോൾ അന്ന് ഈ ജെനറ്റിക്സ് ഒന്നും വളർന്നിട്ടില്ല. യാക്കോബ് ഒരു ക്രൂഡ് പരീക്ഷണം നടത്തി. ആടുകൾ ഇറക്കുന്ന ആലയുടെ ചുറ്റും കറുപ്പും വെളുപ്പും തൂണുണ്ടാക്കി അവിടെ എല്ലാം കറുപ്പും വെളുപ്പും അടിച്ച് പെയിൻറ്റ് ചെയ്ത് വെച്ചു. ഇത് കണ്ടുകൊണ്ട് ആടുകൾ ഇണചേരുകയും ഗർഭകാലം കഴിച്ചു കൂട്ടുകയും ചെയ്തപ്പം പിറന്നു വീണ ആടുകൾക്കൊക്കെ കറുപ്പും വെളുപ്പും നിറമുണ്ടായെന്നും യാക്കോബിന് ഒരുപാട് പാല് കിട്ടിയെന്നും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഫ്രാൻസിലെ ഗവേഷണം തെളിയിച്ചു ഇതിലൊരു സംഗതി ഉണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികളുടെ ഒരു സ്ത്രീ ഗർഭിണിയായാൽ ഉടനെ സ്ത്രീ എന്ത് ചെയ്യും? പള്ളിയിൽ ചെന്ന് കുമ്പസാരിച്ചിട്ട് വികാരിച്ചനോട് പറയാം, അച്ചോ ഞാൻ ഗർഭിണിയാണ്. അപ്പോൾ നമ്മൾ അച്ഛന്മാരെന്ത് ചെയ്യും? ഒരു ഉണ്ണിയേശുവിൻ്റെ പടം കൊടുക്കും. മോളെ ഇത് കൊണ്ടുവന്ന് ബെഡ്റൂമിൽ വെച്ച് ഈ ഉണ്ണിയേശുവിനെ കണ്ടുകൊണ്ട് ഗർഭകാലം കഴിച്ചു കൂട്ടണമെന്ന് പറയും. അപ്പോൾ ഉണ്ണിയേശുവെ കണ്ടുകൊണ്ട് ഗർഭകാലം കഴിച്ചു കൂട്ടിയാൽ ഉണ്ണിയേശുവിനെ പോലൊരു കുട്ടി ഉണ്ടാവുമെന്ന് ക്രിസ്തീയ വിശ്വാസം. ഹിന്ദുക്കൾ ഒരു നായർ ഹിന്ദു സ്ത്രീ ഗർഭിണിയായാലും എന്ത് ചെയ്യും? ഉണ്ണികൃഷ്ണൻ്റെ ഒരു പടം എടുത്ത് വെക്കും. ഉണ്ണികൃഷ്ണൻ്റെ പടം കണ്ടുകൊണ്ടാണ് ഈ ഗർഭിണി കഴിച്ചു കൊടുക്കുന്നത്. ഭഗവാൻ കൃഷ്ണനെ പോലെ ഒരു കുട്ടിയാണെന്നാണ് വിശ്വാസം. അപ്പോൾ ഇതൊരു ശാസ്ത്രീയമായ തത്വമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ജർമ്മനിയിൽ 100 ഗർഭിണികൾക്ക് ശാസ്ത്രജ്ഞന്മാരുടെ ജീവിതം വായിക്കാൻ കൊടുത്തു ഗർഭകാലത്ത്. ആ സ്ത്രീകൾ പ്രസവിച്ച കുട്ടികൾക്ക് എന്ത് സംഭവിച്ചെന്ന് പിന്നെ ഗവേഷണത്തിൽ മനസ്സിലായി. ശാസ്ത്രജ്ഞന്മാരുടെ ജീവചരിത്രം ഗർഭകാലത്ത് വായിച്ച സ്ത്രീകൾ പ്രസവിച്ച കുട്ടികൾക്കൊക്കെ ശാസ്ത്രത്തിൽ ഭയങ്കര മാർക്ക്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഉഗ്ര മാർക്ക്. അവരിൽ ഭൂരിപക്ഷവും ശാസ്ത്രജ്ഞന്മാരാവുകയും ശാസ്ത്ര അധ്യാപകരാവുകയൊക്കെ ചെയ്തു എന്നാണ് കണ്ടെത്തിയത്. വേറൊരു 200 ഗർഭിണികൾക്ക് യുദ്ധവീരന്മാരുടെ ജീവിതം വായിക്കാൻ കൊടുത്തു ഗർഭകാലത്ത്. ആ സ്ത്രീകൾ പ്രസവിച്ച കുട്ടികളിൽ ഭൂരിപക്ഷവും പട്ടാളത്തിലും പോലീസിലും പോയി ചേർന്ന് ഈ യുദ്ധവീരന്മാരുടെ സീസറിൻ്റെയും നെപ്പോളിയൻ്റെയൊക്കെ ജീവചരിത്രം വായിച്ചത്. എന്നാൽ വേറൊരു സെറ്റ് സ്ത്രീകൾക്ക് കത്തോലിക്കാ സഭയുടെ വിശുദ്ധന്മാരുടെ ജീവചരിത്രം വായിക്കാൻ കൊടുത്തു ഗർഭകാലത്ത്. കത്തോലിക്കാ സഭയുടെ വിശുദ്ധന്മാരുടെ ജീവചരിത്രം വായിച്ച സ്ത്രീകൾ പ്രസവിച്ച കുട്ടികളിൽ ഭൂരിപക്ഷവും പിൽക്കാലത്ത് അച്ഛന്മാരും കന്യാസ്ത്രീകളൊക്കെ ആയി. ഇവിടെ സ്റ്റേജിരിക്കുന്ന അച്ഛന്മാരല്ലേ, ഇവരുടെയൊക്കെ അമ്മമാർ ഗർഭിണിയാണെന്ന കാലത്ത് വേദോത്സവം വായിച്ചുകൊണ്ടാണ് ഇവരൊക്കെ അച്ഛന്മാരായിട്ടിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ഈ ഗർഭിണി എന്ത് വായിക്കുന്നുവോ അത് കുട്ടിയെ സ്വാധീനിക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഗർഭകാലത്ത് പുണ്യാത്മാക്കളുടെ ജീവചരിത്രം വായിക്കുകയും ലോകത്തിൽ നിങ്ങളുടെ കുട്ടി ആരായത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ രംഗത്ത് വിജയിച്ച ആളുകളുടെ ജീവചരിത്രം വായിക്കണം. ഗർഭത്തിലുള്ള കുട്ടി അപാര ബുദ്ധിയുള്ള കുട്ടിയായിരിക്കും. ഗർഭിണിയാണെന്ന് മനസ്സിലാക്കിയാൽ സ്ത്രീകൾ പോയി നല്ലൊരു കമ്പ്യൂട്ടർ കോഴ്സിന് ചേരണം. ആട്ടിച്ച് പറച്ച് അങ്ങ് പഠിക്കണം. ഗർഭത്തിൽ കിടക്കുന്ന ഈ കുട്ടിയുണ്ടല്ലോ, ഈ അമ്മയുടെ തലച്ചോറ് വർക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഹോർമോണും എൻസൈമും അമ്മയുടെ രക്തത്തിൽ കൂടെ ചെന്ന് കുട്ടിയുടെ തലച്ചോറ് കയറി ഇങ്ങനെ ഇറങ്ങും. കുട്ടിക്ക് ആ ബുദ്ധി അങ്ങനെ കൊണ്ട് കയറും. അതുകൊണ്ട് ആടിച്ച് പറത്തി കമ്പ്യൂട്ടർ പഠിക്കണം. ആ കുട്ടിയുണ്ടല്ലോ അപാര എഞ്ചിനീയറോ ഡോക്ടറോ എന്തെന്ന് ചെയ്യും, വലിയ നിലയിലെത്തും. പ്രസവിച്ച് കഴിഞ്ഞ് പരീക്ഷ ഇതിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഗർഭകാലത്ത് അടിച്ച് പറത്തി പഠിച്ചാൽ കുട്ടി അപാര ബുദ്ധിശക്തിയുള്ള കുട്ടിയായി തീരുമെന്ന് ശാസ്ത്രജ്ഞന്മാർ. ഞാൻ ഈ എലിസബത്ത് ഹെർലോക്കിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. ഞാൻ ഗർഭത്തിൽ കിടന്ന 10 മാസവും എൻ്റെ അമ്മ TTCക്ക് പഠിക്കാൻ പോയി. സ്കൂൾ ടീച്ചറായിരുന്നു. അന്ന് ഗവൺമെൻറ് ഉത്തരവിട്ടു TTC ഒരു കൊല്ലത്തിനൊക്കെ എടുത്തില്ലെങ്കിൽ ജോലി സ്ഥിരത കിട്ടത്തില്ല. അമ്മ പഠിക്കാൻ പോയി. അപ്പം ഞാൻ വയറ്റിൽ കിടന്ന 10 മാസം അമ്മ തകൃതിയായിട്ട് TTCക്ക് പഠിക്കുകയായിരുന്നു. അമ്മേനോട് ചെറുപ്പത്തിൽ പറയും, ഞാൻ TTCക്ക് പഠിച്ച ആൾ നീ വയറ്റിൽ കിടന്നെ തൊഴിച്ചടാ, നീ എന്നെ അങ്ങനെ ചെയ്തടാ എന്നൊക്കെ പറയും. ഞാൻ ചിരിച്ചുകൊണ്ട് ഇത് കേൾക്കും. ഇപ്പോൾ എലിസബത്ത് ഹെർലോക്കിൻ്റെ പുസ്തകം വായിച്ചപ്പോഴാണ് മനസ്സിലായത്, ഞാൻ വയറ്റിൽ കിടന്ന 10 മാസവും എൻ്റെ അമ്മ TTCക്ക് പഠിക്കാൻ പോയതുകൊണ്ടാണ് എനിക്ക് ഈ 4-5 എം എ എടുക്കാൻ പറ്റിയതും 2 PhD എടുക്കാൻ പറ്റിയതും IAS പരീക്ഷ പാസ്സാകാൻ പറ്റിയതൊക്കെ അമ്മ എന്ന് TTCക്ക് പഠിക്കാൻ പോയതുകൊണ്ടാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അമ്മമാർ ഗർഭമുള്ളപ്പം നല്ല വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യണം. കുട്ടികൾക്ക് നല്ല ബുദ്ധിയുള്ള കുട്ടികളായിട്ട് മാറും. പ്രസവിച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ തലച്ചോറ് വളരുന്നത് 12 വയസ്സ് വരെ മാത്രമേ ഉള്ളൂ, 7ാം ക്ലാസ് വരെ മാത്രമേ ഉള്ളൂ. ഒരു കുട്ടി ജനിച്ച് വീഴുമ്പോൾ തലയോട്ടി അളന്നാൽ 30 മുതൽ 33 സെൻറ്റിമീറ്റർ ചുറ്റളവായിരിക്കും. കുട്ടിക്കൊരു 3 വയസ്സാകുമ്പോൾ വീണ്ടും അളന്നാൽ അത് 36 മുതൽ 39 സെൻറ്റിമീറ്റർ ആവും. കുട്ടിക്ക് 7 വയസ്സാകുമ്പോൾ വീണ്ടും അളന്നാൽ 46 മുതൽ 49 സെൻറ്റിമീറ്റർ ഉണ്ടാവും. കുട്ടിക്ക് 12 വയസ്സാകുമ്പോൾ വീണ്ടും അളന്നാൽ 51 മുതൽ 57 സെൻറ്റിമീറ്റർ ചുറ്റളവായിരിക്കും. പിന്നെ തലച്ചോറ് വളരത്തില്ല, തലയോട്ടി വളരത്തില്ല. തലയോട്ടി ഉണ്ടാക്കപ്പെട്ട 8 ക്രേനിയൽ ബോൺസ് കോൺക്രീറ്റ് സെറ്റ് ചെയ്യുന്ന സെറ്റ് ചെയ്യും. പിന്നെ 112-ാമത്തെ വയസ്സിൽ വലിയപ്പെട്ട് തല അളന്നാൽ 12-ാമത്തെ വയസ്സിൽ തലയുടെ സൈസ് അന്നുണ്ടാവുള്ളൂ. അപ്പോൾ 7ാം ക്ലാസ് വരെ 12ാം വയസ്സ് വരെയാണ് അപ്പനും അമ്മയും നമ്മുടെ കുടുംബത്തെ ഒരു സ്വർഗമാക്കി മാറ്റിയ കുട്ടിയെ വളർത്തുന്നത് ശ്രദ്ധിക്കേണ്ടത്. അതിലാദ്യത്തെ 6 മാസക്കാലം കുട്ടിയുടെ ബെഡ്റൂമിനകത്ത് ലൈറ്റ് കത്തി അണഞ്ഞ് ചെയ്യുന്ന രീതി സെറ്റ് ചെയ്യണം.
നമ്മുടെ ഈ ക്രിസ്മസിനൊക്കെ നമ്മൾ ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്ന മിന്നാമിനും വിളക്കല്ലേ അതങ്ങോട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ കുട്ടി അവിടെ കിടന്ന് ഈ മേപ്പോട്ടി പ്രകാശം ഇങ്ങനെ കത്തി കണിഞ്ഞതിനൊക്കെ നോക്കി കുട്ടിയുടെ തലച്ചോറിനകത്ത് ന്യൂറോൺസ് ത്രസിക്കും. ന്യൂറോണിൻ്റെ ശാഖകൾ പോയി മറ്റു ന്യൂറോണിൻ്റെ ശാഖകളോട്ട് കൂട്ടിപ്പിടിക്കും. നമ്മുടെ തലച്ചോറിൻ്റെ ബുദ്ധി എന്ന് വെച്ചാൽ ഈ ന്യൂറോണിൻ്റെ സിനാപ്സാണ് തലച്ചോറിൻ്റെ ബുദ്ധി എന്ന് പറയുന്നത്. ആ സിനാപ്സ് അങ്ങോട്ട് ഉണ്ടാവും. കുട്ടിക്ക് അപാര ബുദ്ധിശക്തിയാവും. 6 മാസം തൊട്ട് 1 വയസ്സ് വരെ കുട്ടിക്ക് 3 നിറങ്ങൾ കാണിക്കണം. ചുവപ്പ്, പച്ച, മഞ്ഞ, ബേസിക് കളേഴ്സ്. ഈ ബേസിക് കളേഴ്സ് കാണുന്ന കുട്ടിയുടെ തലച്ചോറ് ആക്ടിവേറ്റഡ് ആവും. ആക്ടിവേറ്റ് ആയി കഴിയുമ്പം കുട്ടിയുടെ തലച്ചോറിന് വലിയ ബുദ്ധിശക്തി, സിനാപ്സസ് കൂട്ടിയിട്ട് വലിയ ബുദ്ധിശക്തി ഉണ്ടാവും. അതുകൊണ്ട് കുട്ടി കിടക്കുന്ന ബെഡ്റൂമിൻ്റെ വിൻഡോ കട്ടറും ഡോർ കട്ടറും ഒക്കെ ചുവപ്പ്, പച്ച, മഞ്ഞ നിറങ്ങളാക്കണം. മേൽക്കൂര ചുവപ്പ്, പച്ച, മഞ്ഞ തോരണമുണ്ടാക്കണം. ഇപ്പോൾ ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞില്ലേ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ മീറ്റിങ്ങിൽ പോയാൽ അവിടെ ഇഷ്ടംപോലെ ചുവന്ന തോരണം കിട്ടും. SNDPയുടെ വല്ല മീറ്റിംഗ് കൊണ്ട് അവിടെ പോയാൽ മതി, ഇഷ്ടംപോലെ മഞ്ഞ തോരണം കിട്ടും. മുസ്ലിം ലീഗിൻ്റെ വല്ല മീറ്റിംഗ് കൊണ്ട് അവിടെ പോയാൽ പച്ച തോരണം കിട്ടും. ഈ തോരണം വേസ്റ്റ് പ്രൊഡക്റ്റാണ്. നമ്മൾ കൊണ്ടുപോയി ആ റൂഫിൽ ഇങ്ങനെ അങ്ങോട്ട് കെട്ടിത്തൂക്കണം. അമ്മ കുഞ്ഞിനെ എടുക്കാൻ പോകുമ്പോൾ പ്ലെയിൻ സാരി എടുത്തുകൊണ്ട് പോകാൻ പാടില്ല. അമ്മ കുഞ്ഞിനെ എടുക്കാൻ പോകുമ്പോൾ ചുവപ്പ്, പച്ച, മഞ്ഞ നിറങ്ങൾ ഇടകലർന്ന സാരി എടുത്തുകൊണ്ട് പോകണം. അമ്മ ഇങ്ങനെ നോക്കുമ്പോൾ അമ്മയുടെ ഈ നിറങ്ങൾ കുഞ്ഞിനെ വളരെ സ്വാധീനിക്കും. വേലക്കാരി കുഞ്ഞിനെ എടുക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ വേലക്കാരിക്ക് ഒരു 3 സെറ്റ് സാരിയും ബ്ലൗസും വാങ്ങിച്ചു കൊടുക്കണം. ചുവപ്പ്, പച്ച, മഞ്ഞ നിറങ്ങൾ ഇടകലർന്ന സാരിയും ബ്ലൗസും. വേലക്കാരി എപ്പോഴാണ് കുഞ്ഞിനെ എടുക്കുന്നോ അപ്പോഴെല്ലാം കുഞ്ഞിന് ബുദ്ധി ഉണ്ടാവും. ഭർത്താക്കന്മാരെ കൊണ്ട് വാങ്ങിച്ചു കൊടുത്തേക്കരുത്, ഭാര്യമാരെ മാത്രമേ വാങ്ങിച്ചു കൊടുക്കാം. പിന്നെ വേലക്കാരിക്ക് ഡ്രസ്സ് വാങ്ങിച്ചെടുത്ത് പിന്നെ കുഴപ്പമൊന്നും ആയിക്കളയല്ല. അങ്ങനെ 1 വയസ്സ് കഴിയുമ്പോൾ കുട്ടിക്ക് ചലിക്കുകയും ശബ്ദിക്കുകയും ചെയ്യുന്ന കളിപ്പാട്ടം കൊടുക്കണം. ഈ ചലനം മോണിറ്റർ ചെയ്യുന്ന നമ്മുടെ മുഖത്തുള്ള 2 കണ്ണുകളാണ്. ശബ്ദം മോണിറ്റർ ചെയ്യുന്ന തലയുടെ സൈസിലുള്ള 2 ചെവികളാണ്. ഈ ശബ്ദവും ചലനവും കുട്ടി ഇങ്ങനെ സിങ്ക്രണൈസ് ചെയ്യുന്ന പ്രോസസ്സിലാണ് തലച്ചോറിന് ഏകോപിച്ച് വർക്ക് ചെയ്യാനുള്ള കഴിവുണ്ടാകുന്നത്. 1.5 വയസ്സ് തൊട്ട് 2.5 വയസ്സ് വരെ കുട്ടിയുടെ ഓറിയൻറ്റേഷൻ ഡെവലപ്പ് ചെയ്യാൻ മാതാപിതാക്കൾ 4 കാര്യങ്ങൾ ചെയ്യണമെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. ഏറ്റവും ആദ്യം പൊട്ടുന്ന കളിപ്പാട്ടം കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കണം. പൊട്ടാത്ത കളിപ്പാട്ടം കൊണ്ട് കുട്ടിയുടെ ബുദ്ധി വളരുകയില്ല. പൊട്ടുന്ന കളിപ്പാട്ടം കൊണ്ടേ ബുദ്ധി വളരുള്ളൂ. കുട്ടി ഇങ്ങനെ കളിപ്പാട്ടം വെച്ച് കളിക്കും. കളിപ്പാട്ടം താഴെ പൊട്ടും. കുട്ടി വഴക്ക് പറയരുത്, കളിപ്പാട്ടം എടുത്ത് പൊതിഞ്ഞ് വെക്കണം. ഒരു 2.5 വയസ്സാവുമ്പം അമ്മയും കുഞ്ഞും കൂടെ ഇരുന്ന് അല്ലെ അപ്പനും കുഞ്ഞും കൂടെ ഇരുന്ന് കളിപ്പാട്ടം റിപ്പയർ ചെയ്യണം, റീഫങ്ഷണൽ ആക്കണം. എത്രയും കൂടുതൽ കളിപ്പാട്ടം റിപ്പയർ ചെയ്യുന്നോ അത്രത്തോളം ആ കുട്ടി വലിയൊരു ശാസ്ത്രജ്ഞനോ ഒരു എഞ്ചിനീയറോ ഒരു ആർക്കിടെക്റ്റോ ഒരു IAS ഓഫീസറോ ഒരു വലിയ ചിന്തകനോ ഒക്കെ ആയിത്തീരുമെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുകയാണ്. ചിന്തകൻ ആയിത്തീരും. ചില അപ്പന്മാർ കളിപ്പാട്ടം വാങ്ങിച്ചിട്ട് അലമാരി വെച്ച് പൂട്ടിക്കളയും. ഒരു കാരണവശാലും ഇത് ചെയ്യരുതെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. കുട്ടി അലമാരുടെ മുമ്പിൽ നിന്ന് ഈ കളിപ്പാട്ടം കിട്ടാത്ത കളിപ്പാട്ടം ഇങ്ങനെ നോക്കി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കും. കുട്ടിയുടെ മനസ്സിലേക്ക് അൺഫുൾഫിൽഡ് ഡിസയേഴ്സ് ഊർന്നിറങ്ങും. ആ കുട്ടിക്കൊരു 22 വയസ്സാവുമ്പോൾ മിക്കവാറും അപ്പൻ്റെ ചെവിക്കലിന് അവൻ അടിപറ്റിക്കുക എന്ന് പറയുന്നത്. പണ്ട് ചെറുപ്പത്തിൽ അവന് കളിപ്പാട്ടം കൊടുക്കാത്ത വൈരാഗ്യം കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കണം. അപ്പനെന്ന് പറഞ്ഞാൽ ദുഷ്ടകഥാപാത്രം അടി ഷുവറാണ്. കളിപ്പാട്ടം വാങ്ങിച്ചിട്ടേ വാങ്ങിക്കണ്ട, പക്ഷെ വാങ്ങിച്ചാൽ കുട്ടിക്ക് കളിക്കാനും കൊടുത്തിരിക്കണം. എൻ്റെ വീട്ടിൽ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ജോലിയാണ്. ഞാനെന്ത് ചെയ്തു, തൊട്ടടുത്തുള്ളൊരു സൈക്കിൾ വർക്ക്ഷോപ്പിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അവനെ വിളിച്ച് അവൻ വന്ന് ഈ പിള്ളേരുടെ കൂടെ ഇരുന്ന് ഈ കളിപ്പാട്ടം റിപ്പയർ, അവന് 75 രൂപ ഒരു ദിവസം കൊടുക്കും ഈ കളിപ്പാട്ടം റിപ്പയർ ചെയ്ത് കാണിക്കാനായിട്ട്. ഏറ്റവും കൂടുതൽ കളിപ്പാട്ടം റിപ്പയർ ചെയ്ത് കണ്ടതിന് 2ാമത്തെ മോളായിരുന്നു. ആ മോള് BTechന് ഫസ്റ്റ് റാങ്കായിരുന്നു. ഈ കളിപ്പാട്ടം റിപ്പയർ ചെയ്ത് കണ്ട എൻ്റെ മോള്. 2ാമതായി കുട്ടികൾക്ക് ചിത്രങ്ങൾ കൊടുക്കണം. കുട്ടി ചിത്രം ഇങ്ങനെ കാണും, കുട്ടിയുടെ കയ്യിൽ നിന്ന് ഇടയ്ക്ക് ചിത്രം കീറിപ്പോവും. കീറിയ ചിത്രം സൂക്ഷിക്കുക. ഒരു 2.5 വയസ്സാകുമ്പോൾ അമ്മയും കുഞ്ഞും കൊണ്ടിരുന്ന് ചിത്രത്തിന് കീറിയ ചിത്രങ്ങളുടെ ഭാഗങ്ങളെടുത്ത് മറസൈഡ് സെലോറ്റേപ്പോട്ട് ചിത്രം പുനഃസ്ഥാപിക്കണം. എത്രത്തോളം ചിത്രങ്ങൾ പുനഃസ്ഥാപിക്കുന്ന കുട്ടി കാണുന്നു അത്രയും കുട്ടി ഒരു വലിയ കലാകാരനായിത്തീരും. ഒരു പാട്ടുകാരൻ്റെ യേശുദാസോ ഒരു രാജാ രവിവർമ്മയോ ഒരു മൈക്കലാഞ്ചലോയോ ഒക്കെ ആയിത്തീരുമെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. 3ാമതായി ബലൂണുകൾ കുട്ടിക്ക് കൊടുക്കണം. കുട്ടി ഈ ബലൂൺ ഇങ്ങനെ തട്ടും. കുറച്ച് കഴിഞ്ഞ് ബലൂൺ ടപ്പെന്നൊരു പൊട്ട് പൊട്ടും. കുട്ടി വലിയ ഓയിൽ കരയും നഷ്ടപ്പെട്ടതിന്. അപ്പൻ വലിയ ഓയിൽ ശരിക്കും അപ്പനറിയാം ഈ ബലൂൺ പൊട്ടും. സിമ്പിൾ കെമിസ്ട്രിയാണ്. റബ്ബറിനകത്ത് കാർബൺ ഡയോക്സൈഡ് കയറിയാൽ എക്സോസ്മോസിസ് വഴി റബ്ബർ പൊട്ടും. സിമ്പിൾ. ഒരു ബലൂൺ പൊട്ടും അടുത്ത ബലൂൺ കൊടുക്കണം. ആ ബലൂൺ പൊട്ടും അടുത്ത ബലൂൺ കൊടുക്കണം. എത്രത്തോളം ബലൂണുകളിൽ പൊട്ടുന്ന കുട്ടി കാണുന്നോ കുട്ടിക്ക് മനസ്സിലാവും, ഓ ജീവിതം ഇത്ര നശ്വരമാണ്, ബലൂണിനെ പോലെയാണ്. സെയിൻറ്റ് അഗസ്റ്റീൻ കുമ്പളയുടെ ഫെലോഷിപ്പ് പറയത്തില്ല, അത് തന്നെയാണ്. കുട്ടി ഞാൻ മരിച്ചാൽ ഈ ലോകത്തിൽ എന്നെ ആളുകൾ അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷിൽ പറയും ഫെയിം ഇസ് ദ ലാസ്റ്റ് ഇൻഫർമിറ്റി ഓഫ് നോബിൾ സോൾസ്. ആ കുട്ടി ലോകം അറിയപ്പെടുന്നൊരു കുട്ടിയായിട്ട് മാറും, വലിയ പ്രസിദ്ധനായ ഒരു വ്യക്തിയായിട്ട് മാറും. ഈ ബലൂൺ പൊട്ടിയിട്ട് കൂടുതൽ ബലൂൺ പൊട്ടിക്കുന്ന കുട്ടി. കുറച്ച് കുട്ടികൾക്ക് മനസ്സിലാവും ശരീരം നശ്വരമാണ്, പക്ഷേ ആത്മാവ് അനശ്വരമാണ്. അങ്ങനെയാണ് ആ കുട്ടിക്ക് മനസ്സിലാവുന്നെങ്കിൽ ആ കുട്ടി ഒരു വിവേകാനന്ദ സ്വാമിയോ ഒരു മദർ തെരേസയോ ഒരു വലിയ സാമൂഹ്യ പ്രവർത്തനമൊക്കെ ആയിത്തീരുമെന്ന് ശാസ്ത്രജ്ഞന്മാർ. 4ാമത് മുത്തശ്ശനെയും മുത്തശ്ശിയും ശുശ്രൂഷിക്കുമ്പോൾ
കുട്ടിയെ കൊണ്ട് വിളിച്ച് നിർത്തി വേണം ശുശ്രൂഷിക്കാൻ. കുട്ടിയെ കൊണ്ട് വെച്ച് റോളൊക്കെ കൊടുക്കണം. ഒന്നിച്ചിരി വെള്ളം കൊണ്ടുപോടാ, ഒരു ബക്കറ്റ് നിർത്തേണ്ട വാടാ, ഒരു ബക്ക് എടുത്തുകൊണ്ട് വാടാ. മോളോട് പറഞ്ഞു, മോളെ ഒരു തോർത്തെടുത്തുണ്ടാവും, അപ്പച്ചനെ മക്കളും അമ്മച്ചിയെ മക്കളും തുടക്കണ്ടേ. അപ്പോൾ കുട്ടിയുടെ റോള് വഹിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും ശുശ്രൂഷിക്കുന്നത് കൊച്ചുമക്കൾ കണ്ടാൽ ആ കുട്ടികൾ വയസ്സുകാലം വരെ നിങ്ങളെ നോക്കും, ഓൾഡ് ജോബിനെ കൊണ്ടാക്കുകയില്ല. രണ്ടാമത്തേത്, ആ കുട്ടികൾ ലോകത്തിലെ പ്രസിദ്ധരായ ഡോക്ടർമാരോ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പോലൊരു നേഴ്സോ ഒക്കെ ആയിത്തീരുന്ന ശാസ്ത്രജ്ഞന്മാർ. അല്ലാതെ മുത്തപ്പനെ തൊഴിയും കൊടുത്തിട്ട് നോണേ ഡോക്ടർ ആവില്ല, ഒരു കമ്പൗണ്ടർ ആവില്ലെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. 2.5 വയസ്സ് കഴിയുമ്പോഴാണ് കുട്ടിയുടെ തലച്ചോറിൽ കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ എന്ന കഴിവുണ്ടാകുന്നത്. ഒന്നിനോട് താരതമ്യപ്പെടുത്തി മനസ്സിലാക്കാനുള്ള കഴിവ്. ഈ കഴിവില്ലാത്തവരുടെ ഡോക്ടർ ആവാൻ പറ്റില്ല. രോഗി ഒരു സിംറ്റം പറഞ്ഞാൽ തലച്ചോറിനകത്ത് ഡോക്ടർ വർക്ക് ചെയ്യണം. ഈ സിംറ്റം ഏതൊക്കെ രോഗത്തിനുണ്ട്, ഇത് മിക്കവാറും ഏത് രോഗമാണ് സാധ്യത. രോഗി എന്ന് പറയുന്നത് എനിക്ക് ഡയബറ്റീസ് ഉണ്ട്, ഡോക്ടർ തലച്ചോറിൻ്റെ വർക്ക് ചെയ്യും. ഡയബറ്റീസ് സിംറ്റം എന്തൊക്കെയാണ്, എത്ര സ്റ്റേജ് ആയി, ഡോക്ടർ വർക്ക് ചെയ്യും. ഡോക്ടർ ഒരു മരുന്ന് കുറിക്കുകയാണ്, എല്ലാ മരുന്നിനും സൈഡ് എഫക്ട്സ് ഉണ്ട്, എല്ലാ മരുന്നിനും കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ട്. ഇത് തലച്ചോറ് കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഡോക്ടർ മരുന്ന് കുറിച്ചാൽ രോഗി ചിലപ്പോൾ ചത്തുപോകും. അപ്പോൾ ഈ കമ്പാരറ്റീവ് അനാലിറ്റി ഒരു കുട്ടിക്കുണ്ടാവണം. ഇപ്പോൾ എന്നെപ്പോലെ IAS പാസ്സായി കളക്ടർ SP ഒക്കെ ആയിട്ട് വരുമ്പോൾ ഒരു ഡിസ്ട്രിക്റ്റിൽ 160-200 ഗ്രാമമുണ്ട്. ഓരോ ഗ്രാമത്തിലെ ജനസംഖ്യ എത്ര, ആ ഗ്രാമത്തിൽ ഏത് മതമാണ് ഭൂരിപക്ഷം, ഏത് ജാതിയാണ് ഭൂരിപക്ഷം, അവിടെ സ്ഥിരം വല്ല പ്രശ്നമുണ്ടോ, ഇത് ഓർത്തിരിക്കാൻ പറ്റാത്ത ഒരാളെ കളക്ടർ SP ആവാനും പറ്റുമോ? പറ്റിയല്ല. അപ്പോൾ ഈ കുട്ടികൾക്ക് ഈ കമ്പാരറ്റീവ് അനാലിറ്റി ഉണ്ടാകാൻ വേണ്ടി കുട്ടിയും കൊണ്ട് യാത്ര ചെയ്യണം. ട്രാവൽ ഈസ് എഡ്യൂക്കേഷൻ. കുട്ടി കാറിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ റോഡിലോട്ട് നോക്കുമ്പോൾ 2 വീലുള്ള സൈക്കിൾ ഓടിച്ചുകൊണ്ടിരുത്തും വരുന്നു, അടുത്ത 3 വീലുള്ള ഓട്ടോറിക്ഷ വരുന്നു, അടുത്ത 4 വീലുള്ള കാറി വരുന്നു, പിന്നെ ഒരു 8 വീലുള്ള ലോറി വരുന്നു, പിന്നെ 22 വീലുള്ള കണ്ടെയ്നർ ലോറി വരുന്നു. കുട്ടി ഇതെല്ലാം ഇങ്ങനെ കാണും. ഒരുത്തൻ വെളുത്തിരിക്കുന്നു, അടുത്തവൻ കറുത്തിരിക്കുന്നു, വേറൊരുത്തൻ മഞ്ഞ നിറം, വേറൊരുത്തൻ ബംഗാളി, ഒരുത്തൻ മഞ്ഞിച്ചിരിക്കും, പിന്നെ നല്ല ബ്രൗൺ നിറത്തിൽ കുറേ എണ്ണം. കുട്ടി ഇതെല്ലാം ഇങ്ങനെ കമ്പയർ ചെയ്യും. ഈ കമ്പാരറ്റീവ് അനാലിറ്റിക് പവർ ആ കുട്ടിയെ വലിയ എക്സിക്യൂട്ടീവ് പോസ്റ്റിലിരിക്കാൻ തയ്യാറാക്കും. പിന്നെ കുട്ടിയെ മൃഗശാലയെ കൊണ്ടുപോകണം. കുട്ടിയുടെ നഴ്സറി ബുക്കിലൊരു കുരങ്ങൻ്റെ പടമുണ്ട്. കുട്ടി മൃഗശാലയിൽ ചെല്ലുമ്പോൾ അവിടെ 10-20 കുരങ്ങന്മാർ. ഒരു മുറിയിലൊരു ഗൊറില്ല, അപ്പുറത്തെ മുറി ചിമ്പൻസി, അതിൻ്റെ അപ്പുറത്തൊരു ഒറാങ്കുട്ടാൻ, അതിൻ്റെ അപ്പുറത്തൊരു ബാബൂൺ, അതിൻ്റെ അപ്പുറത്തൊരു സിംഹവാലൻ കുരങ്ങൻ. കുട്ടി ഈ കുരങ്ങനെ ഇങ്ങനെ കമ്പയർ ചെയ്യും. കുട്ടിയുടെ തലച്ചോറിൽ കമ്പാരറ്റീവ് അനാലിറ്റി പവർ ഉണ്ടാകും. കുട്ടിയുടെ നഴ്സറി പുസ്തകത്തിലൊരു തത്തമ്മ എന്നൊരു പടമുണ്ട്. തത്തമ്മയുടെ ചുവന്ന ചുണ്ടുള്ള പച്ചത്തൂറുള്ളൊരു തത്തമ്മ. പക്ഷേ മൃഗശാലയിൽ ചെല്ലുമ്പോൾ 25 തത്തമ്മമാരാണ്. ഇന്തോനേഷ്യ തത്തമ്മ, യൂറോപ്യൻ തത്തമ്മ, ആഫ്രിക്കൻ തത്തമ്മ, ഡിഫറൻസ്. കുട്ടി കമ്പാരറ്റീവ് അനാലിറ്റിക് പവർ ഉണ്ടാകും. 2.5 വയസ്സ് തൊട്ട് 3.5 വയസ്സ് വരെ കുട്ടി യാത്ര ചെയ്യാൻ കൊണ്ടുപോകണം. ഈ പ്രായമാവുമ്പോൾ കുട്ടിക്ക് ഒബ്സർവേഷൻ പവർ ഡെവലപ്പ് ചെയ്യണം. അതിനാണ് നഴ്സറി പാട്ടുകളിൽ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ അപ്പ് അബോവ് ദ വേൾഡ് സോ ഹൈ ലൈക്ക് എ ഡയമണ്ട് ഇൻ ദ സ്കൈ. കുട്ടി ആ നക്ഷത്രം നോക്കി ആ ഒബ്സർവേഷൻ പവർ കുട്ടി കിട്ടുകയാണ്. എന്നാൽ മലയാളത്തിൽ നമ്മുടെ കവികൾ ഇതേ കവിത എഴുതി, കൊച്ചു നക്ഷത്രമേ നിന്നെ ആരാ മച്ചിലിരുത്തിയത് അമ്മയാണോ, വല്ലതും തട്ടി മറിച്ചോ നീ വല്ലാതെ വാശി പിടിച്ചോ. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഈ മച്ചുണ്ട്. ഈ വലിയ കുസൃതി കുട്ടികളെ മച്ചിൻ്റെ മണ്ടേ എന്നെയൊക്കെ മച്ചിൻ്റെ മണ്ടേ കയറ്റിയിരുത്തായിരുന്നു കുസൃതി കാണിക്കുന്നത്. അപ്പോൾ മച്ചിൻ്റെ മണ്ടേ കയറുന്നിട്ട് കുട്ടി ആകാശം നോക്കുമ്പോൾ നക്ഷത്രത്തെ കാണുകയാണ്. അപ്പോൾ കുട്ടി നക്ഷത്രം ചോദിക്കുകയാണ്, കൊച്ചു നക്ഷത്രമേ നിന്നെ ആരാ മച്ചിലിരുത്തിയത് അമ്മയാണോ. പിന്നെ ഇവനെ മച്ചിലിരുത്തുന്നത് സാധാരണ കുസൃതി കാണിക്കുമ്പോഴാണ്. കുട്ടി നക്ഷത്രം ചോദിക്കുകയാണ്, വല്ലതും തട്ടി മറിച്ചുവോ നീ വല്ലാതെ വാശി കാണിച്ചുവോ നീ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഒബ്സർവേഷൻ പവർ ഈ സമയത്താണ് വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ നല്ലപോലെ സംസാരിക്കണമെങ്കിൽ ഒരു 12,000 ഇംഗ്ലീഷ് വാക്കുകൾ മാസ്റ്റർ ചെയ്യണം. അതിനുവേണ്ടി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞന്മാർ ഉണ്ടാക്കിയ പ്രോഗ്രാമാണ് കാർട്ടൂൺ നെറ്റ്വർക്ക്. ഇപ്പോൾ കാർട്ടൂൺ നെറ്റ്വർക്ക് ഒരു 2 കൊല്ലം, ഒരു 3 വയസ്സ് തൊട്ട് 5-5.5 വയസ്സ് വരെ ഒരു കുട്ടി ഇരുന്ന് ഇങ്ങനെ കണ്ടാൽ കുട്ടിയുടെ തലച്ചോറിലോട്ട് ഈ ഇംഗ്ലീഷ് വൊക്കാബുലറി കയറ്റി വിടുകയാണ്. അപൂർവമായി കുട്ടിക്ക് വാക്കുകൾ പ്രയോഗിക്കാനുള്ള കഴിവുണ്ടാവും. ലോകചരിത്രത്തിലെ മഹാന്മാരുടെ 60% ചെറുപ്പത്തിൽ വളർത്തിയത് മുത്തശ്ശനും മുത്തശ്ശിയുമാണ്, അപ്പനും അമ്മയല്ല. ബുദ്ധഭഗവാൻ ജനിച്ച 5-ാം ദിവസം അമ്മ മായാദേവി മരിച്ചുപോയി. മായാദേവിയുടെ അമ്മ കൊണ്ടുപോയി ബുദ്ധഭഗവാനെ വളർത്തി. മുസ്ലിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് നബി ഗർഭത്തിൽ നിന്നപ്പോൾ അപ്പം ചത്തുപോയി. അമ്മ ഓരോരുത്തരെ കെട്ടിയിട്ട് പോയി. മുത്തശ്ശി കൊണ്ടുപോയി വളർത്തി ഐസക് ന്യൂട്ടനെ. സോക്രട്ടീസിന് 3 വയസ്സായപ്പോൾ അപ്പം ചത്തുപോയി. വല്യപ്പനും വല്യമ്മയും കൊണ്ട് വളർത്തി. പ്ലേറ്റോയ്ക്ക് 4 വയസ്സായപ്പോൾ അപ്പം ചത്തുപോയി. മുത്തശ്ശനും കൊണ്ട് വളർത്തി. അരിസ്റ്റോട്ടലിന് 6 വയസ്സായപ്പോൾ അപ്പനും അമ്മയും ചത്തുപോയി. മുത്തശ്ശനും മുത്തശ്ശിയും കൊണ്ട് വളർത്തി. ഇമ്മാനുവൽ ഖാൻ 1 വയസ്സായപ്പോൾ അപ്പനും അമ്മയും ഒരു ആക്സിഡൻറ്റ് മരിച്ചുപോയി. മുത്തശ്ശനും മുത്തശ്ശിയും കൊണ്ട് വളർത്തി. അപ്പോൾ ഈ മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തിയ കുട്ടികൾ എന്തുകൊണ്ടാണ് ലോകയുദ്ധത്തിൽ മഹാന്മാരാകുന്നത്? വളരെ വിശാലമായ തിയറിയാണത്.
അതിന് 5-8 കാരണങ്ങളുണ്ട്. കൊച്ചുകുട്ടി അപ്പനും അമ്മയും ജോലിക്ക് പോയി മുത്തശ്ശിയുടെ മടിയിൽ കയറി. മുത്തശ്ശി കുട്ടിയോട് കഥ പറയാൻ തുടങ്ങും. അപ്പോൾ മഹാന്മാരുടെ വലിയ എക്സിക്യൂട്ടീവ്സിൻ്റെ വലിയ കഴിവാണ് സെൻസ് ഓഫ് ഹിസ്റ്ററി, ചരിത്രപരമായ അവബോധം. മുത്തശ്ശി കഥ പറയും. പണ്ടടുത്ത് രാജാവുണ്ടാകുന്ന മോനെ, ലോങ് ഇയേഴ്സ് അഗോ ദേർ ലിവ്ഡ് എ കിങ്, വൺസ് അപ്പോൺ എ സ്റ്റോറി ടൈം ദേർ ലിവ്ഡ് എ കിങ്. കുറച്ച് കഴിഞ്ഞ് മുത്തശ്ശിയുടെ കഥയ്ക്കകത്ത് ഡെഫിനറ്റ് പീരീഡ് ഉണ്ട്. 500 വർഷം മുമ്പ് അക്ബർ ചക്രവർത്തി ഭരിച്ചട മോനെ, 250 കൊല്ലത്തിന് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജാവായിരുന്നു. മുത്തശ്ശിയുടെ കഥകളിൽ നിന്ന് കുട്ടിക്ക് സെൻസ് ഓഫ് ഹിസ്റ്ററി കിട്ടും. രണ്ടാമത്, മുത്തശ്ശിയുടെ കഥയിലെ ഹീറോസിനെ ഈ കുട്ടി ഇങ്ങനെ ശ്രദ്ധിക്കും. ഭീമൻ, അർജുനൻ, ഹെർക്കുലീസ്, സിൻബാദ്. കുട്ടി കേട്ടിട്ട് വിചാരിക്കട്ടെ, ഇവന്മാർ മഹാന്മാരുള്ള കാരണം എന്താ? അവന്മാരുടെ ചില ഗുണങ്ങളുണ്ട്. കുട്ടി ആ ഹീറോ വർഷിപ്പിലൂടെ ഹീറോസിൻ്റെ ഗുണം സംശീകരിക്കാൻ ശ്രമിക്കും. അതിലൂടെ ആ കുട്ടി അപാര കഴിവ് ആ ഹീറോസിനെ പോലുള്ള ഒരാളായി മാറും. മൂന്നാമത്, ഈ മുത്തശ്ശി പറയുന്ന കഥയ്ക്കകത്തെല്ലാം പ്രോബ്ലം സോൾവിങ് ഉണ്ട്. സെവന്ത ക്വസ്റ്റ്യൻ പറിക്കാൻ ഭീമൻസനം പോയി, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, ഹനുമാൻ വന്ന് വാലും കൊണ്ട് കിടന്ന ആഹാ പ്രശ്നം. പക്ഷേ ഈ ഓരോ സമയത്തും ഈ ഹീറോ പ്രശ്നം സോൾവ് ചെയ്ത് രക്ഷപ്പെട്ട് വരികയാണ്. മുത്തശ്ശി പറയുന്ന കഥയെന്ന് കുട്ടി മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ പഠിക്കുക, എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടതെന്ന് പഠിക്കും. കുറച്ച് കഴിഞ്ഞ് വല്യമ്മയ്ക്ക് ബാത്റൂമിൽ പോകണം. വല്യമ്മ വന്നിട്ട് നിങ്ങളൊന്ന് പിടിയുടെ വല്യപ്പൻ്റെ മടിയിലോട്ട് വെച്ചെടുക്കും. വല്യപ്പൻ ഈ പുതിയാത്തേക്കാനുള്ള സാധനം കുഞ്ഞ് മടിയിരിക്കുക. കുഞ്ഞിന് ശ്രദ്ധ പിടിച്ചു പറ്റണ്ടേ? വല്യപ്പൻ ഓരോ പൊട്ട കഥ പറയും. ഞാൻ 12 വയസ്സായപ്പോൾ ഞാനും വല്യപ്പനോട് അച്ഛൻ കോവിലായിട്ട് ഇറങ്ങടാ മോനെ, ഒരു മുതല വന്നിട്ടാ മുതലെ പിടിച്ച് കെട്ടട, ഞാൻ കാലെ പിടിച്ച് കെട്ടി. ശുദ്ധ കള്ളക്കഥ. മുതല പോയിട്ട് ആമയെ പോലും വല്യപ്പൻ പിടിച്ചിട്ടില്ല. പക്ഷേ വല്യപ്പൻ ഈ പറയുന്ന കഥയെക്കൂടെ കുട്ടിക്ക് മനസ്സിലാവും, ഓ എൻ്റെ വല്യപ്പനും വല്യപ്പനൊക്കെ വലിയ ആളുകളല്ലേ എന്നൊക്കെ തോന്നും. പിന്നെ കുടുംബത്തിനും അടിച്ച് കയറ്റി കൊടുക്കും. അടിച്ച് നമ്മൾ അപ്പന്മാരതാണ് ഇതാണ്. കുട്ടി, ഓ ഞങ്ങളുടെ വല്യപ്പന്മാരൊക്കെ വലിയ ആളുകളല്ലേ, അപ്പോൾ ഞാൻ അതിനകത്ത് മോശമാകാൻ പാടില്ല. കുട്ടി ആ വലിപ്പത്തിലേക്ക് പോകാനായിട്ട് ശ്രമിക്കും. അഞ്ചാമതായിട്ട് ഈ മുത്തശ്ശി സാരോപദേശ കഥ പറയും. തള്ളയാട് കുഞ്ഞാടെന്ന് പറഞ്ഞിടാൻ മോനെ ഇറങ്ങിപ്പോരുന്നു. ആ കുഞ്ഞാട് കേട്ടില്ല. ചെന്നാൽ വന്നങ്ങ് പിടിച്ച് തിന്നു മോനെന്ന് പറയും. കുട്ടിക്ക് മനസ്സിലാവും, അമ്മ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ ഏതെങ്കിലും ചെന്നാൽ പിടിച്ചാൽ തന്നെ. പിന്നെ അപ്പനമ്മയും പറയുന്ന ആ കുട്ടി ഭംഗിയായിട്ട് അനുസരിക്കും. പിന്നെ ഈ വല്യമ്മ എന്ത് ചെയ്യുന്നറിയുമ്പോൾ പഞ്ചതന്ത്ര കഥ പറയും. കാട് ഭരിക്കുന്നൊരു സിംഹം ഉണ്ടായിരുന്നു, ഒരു ആനയുണ്ടായിരുന്നു, ഒരു പുലി ഉണ്ടായിരുന്നു, അതിനിടയ്ക്ക് നടക്കൊരു കുറുക്കനുണ്ടായിരുന്നു. കുട്ടി കാട് കണ്ടിട്ടില്ല. കുട്ടി കാട് വീട്ടിലേക്ക് മാറ്റും. വീട് ഭരിക്കുന്ന അച്ഛനാണ് കാട് ഭരിക്കുന്ന സിംഹം. ചില വീട്ടിൽ അമ്മമാരും ഭരിക്കുകയെ, ഭൂരിപക്ഷം വീട്ടിൽ അപ്പനാണ് ഭരിക്കുന്നത്. പിന്നെ കാടിനെ സൈസ് കൊണ്ടുവരുന്ന അമ്മയുണ്ട്. അടുക്കളയിൽ ഉണ്ടാക്കുന്ന 20% അടിച്ചിട്ട് വട്ടക്കുറ്റി ഒലിങ്ങനെ നടക്കുന്ന അമ്മയുണ്ട്. അമ്മയാണ് ഈ വീട്ടിലെ ആന. പിന്നെ ഇളയ മക്കളെ കുട്ടികളൊക്കെ തലയ്ക്ക് ചൂടുന്ന ചേട്ടനാണ് ഈ പുലി. പക്ഷെ കുറുക്കന് ഏറ്റവും സൈസ് കുറവാണ്. കുട്ടിയായിരിക്കോ ഞാനാണ് ഈ വീട്ടിലെ കുറുക്കൻ. പക്ഷേ പഞ്ചതന്ത്ര കഥ എന്താണെന്നറിയാമോ? ഈ കുറുക്കനാണ് ഈ സിംഹത്തെ കൊണ്ടുവന്ന് കണ്ടിച്ചടിച്ചത്. ഈ കുറുക്കനാണ് ഈ ആനയെ കൊണ്ടുവന്ന് കുളത്തിലിറക്കിയത്. ഈ കുറുക്കനാണ് ഈ പുലിയുടെ വാല് മുറിച്ച് വിട്ടത്. കുട്ടിക്ക് മനസ്സിലാവും, കുറുക്കനെ പോലെ ബുദ്ധി വേണം, അല്ലാതെ ഈ പണ്ടാരങ്ങളോട്ട് സൈസൊന്നും ഉണ്ടായിട്ടൊരു കാര്യമില്ല. ആ കുട്ടി പഠിത്തത്തിൽ ശ്രദ്ധിക്കും. പഠിച്ചവൻ മിടുക്കനായിട്ട് കയറും ഈ പഞ്ചതന്ത്ര കേൾക്കുന്നത്. പിന്നെ പകൽ മുഴുവൻ കുട്ടി ഓടും. കുസൃതി. വല്യപ്പനും പുറകെ ഓടും. ഈ ദൈവത്തിൻ്റെ വലിയൊരു കളിയാണ്. പണ്ടൊക്കെ 50 വയസ്സാകുമ്പോഴേ വല്യപ്പനും ഇരിപ്പാവും, പിന്നെ കിടപ്പാവും. അപ്പോൾ ഈ ഏറ്റവും ആദ്യം വീക്ക്നെസ് ആവുന്ന കാലിൻ്റെ മസിലും ഹിപ്പ് മസിലുമാണ്. കുട്ടിയുടെ പുറകെ ഇങ്ങനെ വല്യപ്പനും ഓടുമ്പോൾ ഈ കാലിനും ഹിപ്പ് മസിലിനും എക്സസൈസ് കിട്ടും. വല്യപ്പനും പെട്ടെന്ന് ഇരിപ്പാവില്ല, നല്ല ആരോഗ്യമായിരിക്കും. കുട്ടിയിടയ്ക്ക് ജനലിൽ കൂടെ വലിഞ്ഞ് മേപ്പോട്ട് കയറും. വല്യപ്പനും താഴെ പോയി കുഞ്ഞു വീഴായിരിക്കും പിടിക്കും. അപ്പോൾ ഈ വല്യപ്പൻ്റെ ശരീരത്തിൽ രണ്ടാമത് വീക്കം ചെയ്യുന്നത് ഈ കൈയുടെ മസിലും നെക്ക് മസിലുമാണ്. ഈ കുട്ടിയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്സിൽ ഈ വല്യപ്പനും വല്യമ്മയ്ക്ക് എക്സസൈസ് കിട്ടും. ആരോഗ്യത്തോടുകൂടി വല്യപ്പനും വല്യമ്മ ഇരിക്കും. 6 മണിയാകുമ്പോൾ കുട്ടി അങ്ങ് ഉറങ്ങിപ്പോയി. മരുമോൾ ഓഫീസിൽ നിന്ന് വന്നു. ഒരു 1.5 മണിക്കൂർ നോക്കിയിട്ട് കുട്ടി ഉണരുന്നില്ല. മരുമോളൊന്ന് അമ്മയമ്മ പറയും, അമ്മച്ചി നാളെ എനിക്ക് 7:30 ഓഫീസിൽ പോകണം. കുഞ്ഞുണർന്നില്ല. കുഞ്ഞുണരുമ്പം ചോറ് വാരി കൊടുത്തേക്കണേ. മുത്തശ്ശിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷമല്ലേ കൊച്ചുമക്ക് ചോറ് വാരി കൊടുക്കുന്നത്. നീ ഉറങ്ങിക്കാൻ മോളെ, ഞാൻ നോക്കിക്കളാന്ന് പറയും. കുഞ്ഞുണരാൻ വേണ്ടി വല്യപ്പനും വല്യപ്പരുന്ന് ഇങ്ങനെ വർത്താനം പറയും. കുഞ്ഞിറക്കി ഉണരും. വല്യപ്പനും എന്താ പറയുന്നത് ശ്രദ്ധിക്കും. വല്യപ്പൻ പറയും, ഓ നമ്മുടെ മൂത്ത മുമ്പ് ഒരു വസ്തു വാങ്ങിച്ചു. 5-8 കൊല്ലം കഴിയുമ്പോൾ ആ വില കിട്ടുള്ളൂ. മണ്ട ശിരോമണി വസ്തു വിറ്റ ഒരു 5 കൊല്ലം കൊണ്ട് ഇരട്ടി വില കിട്ടുന്ന വസ്തു വാങ്ങിക്കണ്ടേ. മുത്തശ്ശി പറയും, ഓ നമ്മുടെ 2ാമത്തെ മോള് കോളേജിൽ പഠിക്കാൻ പോയി അലവലാതിയെ പ്രേമിച്ച് കെട്ടി എൻ്റെ കഷ്ടകാലം. പ്രേമിച്ചാൽ ഒരു നല്ല പുളിക്കമ്പനെ പിടിക്കണ്ടേ അങ്ങനെ. കുറച്ച് കഴിഞ്ഞ് കുട്ടി ശബ്ദം ഉണ്ടാക്കും. മുത്തശ്ശി പോയി
ആഹാരമെല്ലാം കൊടുത്ത് ഉമ്മയെ കൊടുത്ത് കുട്ടിയെ കൊണ്ടുപോയി കിടത്തി ഉറക്കും. കുട്ടി വളർന്ന് കുറച്ച് കഴിഞ്ഞൊരു വസ്തു വാങ്ങിക്കാൻ തുടങ്ങും. അപ്പോൾ അവൻ ഓർക്കും, പണ്ട് വല്യപ്പം പറഞ്ഞുണ്ടല്ലോ 5 കൊല്ലം കൊണ്ട് വസ്തു ഇരട്ടിക്കുന്ന വില കിട്ടുന്ന വസ്തു വാങ്ങിക്കാവും. ആ മോള് കോളേജിൽ പോകും, ഒരുത്തൻ പ്രേമലേഖനം കൊണ്ടുവരും. കൊച്ചോർക്കും, പുളിക്കമ്മനെ മാത്രമേ പിടിക്കാവൂ. അവൾ 4-5 പ്രേമലേഖനം വാങ്ങിക്കും. ഓരോരുത്തൻ്റെ അപ്പനാരാണ് അമ്മയാരാണ് വീട്ടിലെ സ്വത്തണവും പഠിക്കാൻ എടുക്കാനാണോ കംപ്ലീറ്റ് റിസർച്ച് നടത്തി ആ പെണ്ണുണ്ടല്ലോ പുളിങ്കമ്മനെ മാത്രമേ പിടിക്കുള്ളൂ, അല്ല ഒരു അലവലാതി അവൾ കിട്ടുകയില്ല. ഈ വല്യപ്പൻ്റെയും വല്യമ്മൻ്റെയും പഴയ കോൺവെർസേഷനാണ്. അപ്പം അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തുന്ന കുട്ടികളാണ് ലോകത്തിലെ മഹാന്മാർ. അപ്പോൾ തിരുവനന്തപുരം പട്ടണത്തിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമ്മുടെ കുടുംബത്തിലൊക്കെ വല്യപ്പനും വല്യമ്മയും ഉണ്ടെങ്കിൽ അവർ വളർത്തുന്ന കുട്ടികൾ ലോകയുദ്ധത്തിൽ മഹാന്മാരായി മാറും. ആ അവസരം ആ കുട്ടിക്ക് കൊടുക്കണം. 60 വയസ്സ് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വല്യപ്പനും വല്യമ്മയും കിട്ടുന്ന ഏറ്റവും വലിയ റോൾ കൊച്ചുമക്കളെ വളർത്തുകയാണ്. മുത്തശ്ശി വളർത്തുന്ന കൊച്ചുമകളുണ്ടല്ലോ, അവർ ലോകപ്രസിദ്ധരാകും. ഭൂമിയിലിരുന്നുകൊണ്ട് മുത്തശ്ശിക്ക് ഇത് കാണാൻ പറ്റിയില്ല. പക്ഷേ ആകാശ സ്വർഗത്തിൽ പോയിട്ടേ അവിടെ നിന്ന് കാണാൻ പറ്റും. നമ്മുടെ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പോസിറ്റീവായി ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നത് മുത്തശ്ശനും മുത്തശ്ശിയാകുമ്പോൾ കൊച്ചുമക്കളെ വളർത്തുക എന്നുള്ളതാണ്. പിന്നെ കൊച്ചുമക്കളെ മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തിയാൽ വീട്ടിലെ മെഡിക്കൽ ബില്ല് ഗണ്യമായി കുറയും. കൊച്ചുകുട്ടികൾക്ക് ശരീരത്തിൽ പ്രോട്ടോപോളസ് നിറഞ്ഞിരിക്കുകയാണ്. ഹോർമോൺ എൻസൈം എക്സസ് ആവും. അപ്പം അത് കളയണം. ദൈവം തമ്പുരാൻ പണി വെച്ചിട്ടുണ്ട്. കുട്ടിക്ക് പനി വരും, മൂക്കളയും കഫവും വേർപ്പും ഒക്കെ ആയിട്ടാണ് ഇത് പുറത്തു പോകുന്നത്. മുത്തശ്ശനും മുത്തശ്ശിക്കും ശരീരം തണുത്തു തുടങ്ങി, പ്രായമായില്ലേ. അപ്പോഴേ കൊച്ചുമക്കൾ മുത്തശ്ശനെയും മുത്തശ്ശിയും കെട്ടിപ്പിടിച്ചേർന്ന് ഉറങ്ങിയാലുണ്ടല്ലോ, ഈ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് എക്സസൈസും ഹോർമോണും എൻസൈമും എല്ലാം മുത്തശ്ശൻ്റെ ശരീരത്തിലോട്ടങ്ങ് പോകും. കൊച്ചുകുട്ടിക്ക് ശരീരം ചൂടാണ്, അതുകൊണ്ടാണ് പനി വന്ന് വേർക്കുന്നത്. മുത്തശ്ശനും മുത്തശ്ശിക്കും ശരീരം തണുത്തു തുടങ്ങി. അപ്പോൾ ഈ മുത്തശ്ശനും മുത്തശ്ശി എപ്പോഴും ഓൾഡ് ഏജ് പ്രോബ്ലം, വാർദ്ധക്യ സഹജ രോഗത്തിന് ഡോക്ടറെ ചികിത്സയ്ക്ക് കൊണ്ടുപോകണം. കൊച്ചുമക്കൾ മുത്തശ്ശനെ മുത്തശ്ശിയും കെട്ടിപ്പിടിച്ചെന്ന് ഉറങ്ങിയാലുണ്ടല്ലോ, ഈ ചൂട് മുത്തശ്ശനും മുത്തശ്ശി ശരീരത്തിലോട്ടങ്ങ് കിട്ടും. ഈ ഹോർമോൺ എൻസൈമും അധികമുള്ളത് മുത്തശ്ശനും മുത്തശ്ശിയും കിട്ടും. വല്യപ്പനെ വല്യമ്മ ആശുപത്രി കൊണ്ടും ചിലവില്ല, ഈ കുട്ടി ആശുപത്രി കൊണ്ടും ചിലവില്ല. പിന്നെ കൊച്ചുകുട്ടികൾക്ക് രോഗപ്രതിരോധ ശക്തിയില്ല, ഓട്ടോ ഇമ്മ്യൂൺ പവറില്ല. അതുകൊണ്ട് പലതവണ പനി വന്നൊക്കെയാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. മുത്തശ്ശനും മുത്തശ്ശിക്കും പലതവണ പനി വന്ന് ചിക്കൻ ബോക്സ് ഒക്കെ നല്ല ഓട്ടോ ഇമ്മ്യൂൺ പവറാണ്. കൊച്ചുമക്കളിങ്ങനെ മുത്തശ്ശിയും കെട്ടിപ്പിടിച്ചാൽ ഉറങ്ങുമ്പോൾ മുത്തശ്ശൻ്റെ ശരീരത്തിൽ നിന്ന് ഈ ഓട്ടോ ഇമ്മ്യൂൺ രോഗപ്രതിരോധ ശക്തി കുഞ്ഞിൻ്റെയൊക്കെ സംക്രമിക്കും. കുട്ടി പെട്ടെന്ന് ഓട്ടോ ഇമ്മ്യൂൺ പവറുള്ള കുട്ടിയാവും. അതുകൊണ്ട് 3 വയസ്സ് തൊട്ട് 8 വയസ്സ് വരെ മുത്തശ്ശനും മുത്തശ്ശിയും കുട്ടികളെ വളർത്തണം. രണ്ടാമതായി 3 വയസ്സ് തൊട്ട് 50 വയസ്സ് വരെ നമ്മുടെ തലച്ചോറ് നടക്കുന്നൊരു അത്ഭുതമുണ്ട്. ഒരു കുട്ടി ജനിച്ച് വീഴുമ്പം സെറിബെല്ലം 100 ഗ്രാമേ ഉള്ളൂ. പക്ഷേ 3 വയസ്സ് തൊട്ട് 9 വയസ്സുള്ള സമയത്ത് രണ്ടാമതൊരു 100 ഗ്രാം സെറിബെല്ലം വളരും. അതിനെയാണ് പാരാസെറിബെല്ലം എന്ന് ഡോക്ടർമാർ വിളിക്കുന്നത്. അപ്പോൾ ഈശ്വരവിശ്വാസം, ഭക്തി, പ്രാർത്ഥന ഇതൊക്കെ ഇരിക്കുന്ന ഈ പാരാസെറിബെല്ലത്തിലാണ്. 3 വയസ്സുള്ളൊരു കുട്ടി മുത്തശ്ശൻ്റെയും കൂടാണ് ജീവിക്കുന്നതെങ്കിൽ രാവിലെ എഴുന്നേറ്റ് മുത്തശ്ശിയുടെ പ്രാർത്ഥന, സന്ധ്യാകുമ്പോൾ വിളക്ക് കത്തിച്ച് രാമ 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 പാഹിമ, അല്ലെങ്കിൽ നമ്മുടെ വല്യപ്പന് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരുന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടൊക്കെ പാടി സന്ധ്യാപ്രാർത്ഥന മോന് സ്തുതി കൊടുക്കും. കൊച്ചുമോൻ അമ്മയ്ക്കും വല്യമ്മയ്ക്കും സ്തുതി കൊടുക്കും. പിന്നെ പള്ളിയിൽ പോകുമ്പോൾ മുത്തശ്ശിയും കൂടെ കൊണ്ടുപോകും, കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകും. എനിക്കൊരു 3 വയസ്സായപ്പോൾ എൻ്റെ മുത്തച്ഛനൊരു 6 അടി പൊക്കമുള്ള മനുഷ്യനാണ്. പള്ളിയിൽ പോകും, എന്നെ കൂടെ കൊണ്ടുപോയിട്ട് ഇല്ല കാസായം വിലസം കൊണ്ട് അച്ഛൻ തിരിഞ്ഞു വരും കുർബാന എഴുന്നള്ളിച്ചോണ്ട്. അപ്പോൾ ഈ മുത്തശ്ശൻ എന്നെ 2 കയ്യിലെടുത്ത് അങ്ങ് പൊക്കും. 6 അടി പൊക്കമുള്ള മുത്തശ്ശൻ എന്നെ പൊക്കുമ്പോൾ ഞാനൊരു 7 അടി പൊക്കം, ഏതാണ്ട് അച്ഛൻ്റെ സൈസാണ്. ഉടനെ മുത്തച്ഛൻ പറയും, മോനെ ഏതാണ്ട കർത്താവ് എഴുന്നള്ളി വരുന്നടോ എന്ന് പറയും. അപ്പോൾ കർത്താവ് എഴുന്നള്ളി വരുന്നെന്നാണ് നമ്മുടെ മനസ്സിൽ കിട്ടിയ വിശ്വാസം. ഞാൻ DGP ആയിട്ട് കുർബാന കാണുമ്പോഴും അച്ഛനിങ്ങനെ കാസായം വിലാസം എത്തിച്ചാലും അറിയാതെ കൈ വറയ്ക്കുക, കർത്താവ് താണ്ട് ഇറങ്ങി വരുന്നെന്നുള്ള 5 വയസ്സിൽ തലച്ചോറ് കിട്ടിയ ഭാവമില്ലേ, അതിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെ നൂറ്റാണ്ടുകളായി നമ്മുടെ അപ്പന്മാർ പഠിപ്പിച്ച ക്രിസ്തീയ വിശ്വാസത്തിൽ വളർന്നു വരണമെങ്കിൽ, ഈശ്വര വിശ്വാസമുള്ളവരെ വളർന്നു വരണമെങ്കിൽ കുട്ടിയെ കൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും സന്ധ്യാപ്രാർത്ഥന നടത്തുകയും പള്ളിയിൽ പോകുന്നതിനും കൂടെ കൊണ്ടുപോകണം. ആ കുട്ടി പിന്നെ ഒരിക്കലും നിരീശ്വരവിശ്വാസിയാവില്ല, ആ കുട്ടി ഒരിക്കലും അഗ്നോസ്റ്റിക്കായി മാറില്ല എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. പിന്നെ നല്ല സ്കൂൾ വിട്ട് പഠിപ്പിക്കണം. 12 വയസ്സ് വരെ കുട്ടിയുടെ തലച്ചോറിന് വളർച്ച പൂർത്തിയാവുന്നവരെ ഫുൾ ടൈം നമ്മൾ ആ കുട്ടി അറ്റൻഡ് ചെയ്യണം. ആ കുട്ടി ലോകപ്രസിദ്ധനായി തീരും.
13 വയസ്സ് തൊട്ട് 19 വയസ്സ് വരെയാണ് ഏറ്റവും അപകടകരമായ സമയം. ടീൻസ് 13, 14, 15, 16, 17, 18, 19. ഒരു മനുഷ്യൻ ജീവിതത്തിൽ അപകടത്തിലാവുന്നതിൻ്റെ എല്ലാ പരിപാടികളും കുട്ടി പഠിക്കുന്നത് 13 വയസ്സ് തൊട്ട് 19 വയസ്സ് വരെയാണ്. ഡേഞ്ചറസ് ടീൻസ്. ആ സമയത്ത് അപ്പനമ്മയ്ക്ക് 2 കണ്ണ് പോരാ, 4 കണ്ണ് വേണം. 2 ചെവി പോരാ, 4 ചെവി വേണം. വളരെ കൃത്യമായി കുട്ടിയെ മോണിറ്റർ ചെയ്യണം. അവൻ കള്ളുകുടിയും കഞ്ചാവടിയും പെണ്ണുപിടിയും പ്രേമവും സ്കൂട്ടർ എടുത്ത് 150 കിലോമീറ്റർ പോയി വല്ല വണ്ടി അടിയും കയറാതിരിക്കണമെങ്കിൽ 13 വയസ്സ് തൊട്ട് 19 വയസ്സ് വരെ അപ്പനും അമ്മയും ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. സമയം അതിക്രമിച്ചോടെ ഞാൻ നിർത്തുകയാണ്. നമ്മുടെ മഹത്തായ കുടുംബം, എത്രയോ നൂറ്റാണ്ട് പഴക്കമുള്ള കുടുംബം, ആ കുടുംബത്തിൽ ജനിച്ചു കൊള്ളുന്ന ഓരോരുത്തരും നമ്മുടെ കുടുംബസ്ഥിതിയിൽ അഭിമാനിക്കുക. പക്ഷെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളും കൊച്ചുമക്കളൊക്കെ നമ്മുടെ അപ്പന്മാരെ പോലെ ലോകപ്രസിദ്ധരാവാൻ വേണ്ടി അവരെ ട്രെയിൻ ചെയ്യണം. എലിസബത്ത് ഹെർലോക്കിൻ്റെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് വായിക്കുക, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് വായിക്കുക. വിശ്വാസത്തിൽ കുട്ടികളെ വളർത്തുക. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുടുംബത്തിനും പട്ടാശ്ശേരി കുടുംബത്തിന് വലിയ അഭിമാന ഭാജനങ്ങളായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.